ഒട്ടുപലിശ എത്ര എന്ന് ചോദിച്ചാൽ ഒന്ന് പിടിച്ചു നോക്ക ഇതേ രൂപം തന്നെ നിങ്ങൾക്ക് കാണാം. മേൽ പൈ ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. 5ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 3ന്റെ ക്യൂബ് ഗുണം 5ന്റെ. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് ജെറി. നിങ്ങൾ ഏവരെയും ട്രിക്ടേണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് എഴുതാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ് ഇത്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഏറ്റവും അവസാനം നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു. അതായത് 2023 ഡിഗ്രി പ്രിലിംസ് 3ാം ഘട്ടത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മാത്സിന്റെയും മെന്റൽ എബിലിറ്റിയിലെയും ചോദ്യങ്ങൾ ഏറ്റവും വൃത്തിയായി പഠിക്കുന്നു, നിർത്തുന്നു. 20 ചോദ്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത്. ഈ 20 ചോദ്യങ്ങളും അതുമായി റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് നമ്മൾ ഡീറ്റെയിൽ ആയി ഇതൊന്ന് പഠിക്കുന്നു, നിർത്തുന്നു. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ചില ചോദ്യങ്ങളൊക്കെ ആദ്യമേ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ ചില ആളുകൾക്ക് 1-2 പ്രാവശ്യം പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളായിരിക്കും. അപ്പോൾ എല്ലാവരെയും കൂടെ പരിഗണിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ് ആണ് ഇത്. പിന്നെ ചില ചോദ്യങ്ങൾക്ക് 2-3 മെത്തേഡുകൾ കാണും. എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന മെത്തേഡുകളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ആൻസറിന്റെ എക്സ്പ്ലനേഷന്റെ ലെങ്ത് കൂടുതലാണെന്നൊക്കെ തോന്നാം. തീർച്ചയായും നിങ്ങൾക്ക് ആദ്യത്തെ പ്രാവശ്യം കേട്ട് മനസ്സിലായെങ്കിൽ വീഡിയോ ആണ്. മുമ്പോട്ടും പുറകോട്ടും പോകാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. മുമ്പോട്ട് പോവുക, പ്രയോജനപ്പെടുത്തുക. പിന്നെ എന്നും പറയുന്ന കാര്യം, ക്ലാസ്സുകളിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ തീർച്ചയായും അവർക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തുക. പിന്നെ ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഡിഗ്രി പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ടെലിഗ്രാം ചാനലിൽ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ ട്രിക്ടേൺ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുക. TRIG സ്പേസ് ഇട്ട് TURN എന്ന് മോളിൽ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യാൻ പറ്റും. തീർച്ചയായും സെർച്ച് ചെയ്യുക, നിങ്ങൾക്കത് കിട്ടും. ഇനി അതല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ 2021 ഡിഗ്രി പ്രിലിംസിന്റെ 3ാം ഘട്ട ചോദ്യങ്ങൾ ഏറ്റവും വൃത്തിയായി പഠിക്കാനായിട്ട് ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 6.3 ഇൻറ്റു 6.3 2 ഇൻറ്റു 6.3 ഇൻറ്റു 3.7 പ്ലസ് 3.7 ഇൻറ്റു 3.7? ഇതിൻ്റെ വാല്യൂ എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, ഇത് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് തോന്നും, എടാ ബോർഡ് മാസുമായി ബന്ധപ്പെട്ട ചോദ്യമാണല്ലോ. കാര്യം 6.3 ഗുണിക്കണം, പിന്നെയും ഗുണിക്കണം, പിന്നെയും ഗുണിക്കണം, പിന്നെ എല്ലാം ആഡ് ചെയ്യണം. മക്കളെ, ഇത്തരത്തിൽ പോയിന്റ് വരുന്ന ചോദ്യങ്ങൾ കണ്ടാൽ ഒരേ സംഖ്യകൾ ഇതിൽ ആവർത്തിക്കുവാണെങ്കിൽ മിക്കപ്പോഴും ഓർത്തോളുക, ഇത് ബോർഡ് മാസ് ആയിരിക്കത്തില്ല, ഐഡന്റിറ്റീസ് ആയിരിക്കും, സർവ സമവാക്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാം, a+b² a-b² a³ + b³ ഇങ്ങനെയുള്ള സർവ സമവാക്യങ്ങളിൽ പെടുന്നതായിരിക്കും ഇത്. ഞാൻ ആ കണ്ടീഷൻ ഒന്നുകൂടെ പറയുന്നു. ഒരേ സംഖ്യ മിക്കവാറും പോയിന്റിലൊക്കെ വരും. ഒരേ സംഖ്യ 2 പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് വരുമ്പോഴേ ഓർത്തോണം, മിക്കവാറും ഇത് ബോർഡ് മാസ് ആവില്ല, സർവ്വസമവാക്യങ്ങളാവും. ഇവിടെ തന്നെ നിങ്ങൾ നോക്ക്, 6.3 2 പ്രാവശ്യമായി, 6.3 3.7 2 പ്രാവശ്യം, വീണ്ടും 3.7. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യത്തെ സംഖ്യയായ റിപ്പീറ്റ് വരുന്ന സംഖ്യകളെ A എന്നും B എന്നും വിളിക്കാം. 6.3 A എന്നും 3.7 നമ്മൾ B എന്നും വിളിച്ചു. ഇപ്പൊ ഇവിടെ റിപ്പീറ്റ് വരുന്നത് 6.3 3.7 ഇടയ്ക്ക് ഒരു 2 ഉണ്ട്, അവിടെ നീക്കട്ടെ. 6.3 നമ്മൾ A എന്നും 3.7 നമ്മൾ B എന്നും വിളിച്ചു. ഇനി ഇതൊന്ന് വായിച്ചു നോക്കേ. 6.3 ഗുണം 6.3 A ഗുണം A ഗുണം A എന്ന് പറഞ്ഞാൽ A² ആണ്. ഇടക്കത്തെ പ്ലസ് ഇട്ടു, 2നെ നമ്മൾ ഒന്നും വിളിച്ചില്ല, അതുകൊണ്ട് 2 അതുപോലെ. ഇത് A ആണ്, ഇത് B ആണ്, 2AB. ഇനി ഇടക്കത്തെ പ്ലസ് ഇട്ടു, ഇനി 3.7
3.7 ബി ആണ്. ബി 2 പ്രാവശ്യം ഗുണിച്ചു. ബി 2 പ്രാവശ്യം ഗുണിച്ചു എന്ന് പറഞ്ഞാൽ അത് മക്കളെ ബി സ്ക്വയറാ. അപ്പൊ ഈ സാധനം ഇപ്പോ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. നമുക്കെല്ലാവർക്കും അറിയാം എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടെ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ നമുക്ക് ഉണ്ട് ചോദ്യത്തിൽ. അത് നമുക്കറിയാം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. ഇനി നമ്മൾ ഇത്രയൊന്നും ഡീറ്റെയിൽ ആയി ചെയ്യണ്ട. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അങ്ങ് ചെയ്താൽ മതി. ഇവിടെ എ എന്ന് പറയുന്നത് 6.3 പ്ലസ് ഇവിടെ ബി എന്ന് പറയുന്നത് 3.7 ദ ഹോൾ സ്ക്വയർ. 6.3 3.7 കൂടെ കൂട്ടിയ 10. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം 100. ഓപ്ഷൻ ബി 100 സെറ്റാണ്. മുമ്പോട്ട് പോവാം. ഒരു വട്ടം കൂടെ ആ റിപ്പീറ്റ് വരുന്ന 6.3 എ എന്നും 6.3 എ എന്നും 3.7 നമ്മൾ ബി എന്നും വിളിക്കുന്നു. ആദ്യം 6.3 2 പ്രാവശ്യം എ സ്ക്വയർ പ്ലസ് 2 നമ്മളൊന്നും വിളിച്ചില്ല, അതുപോലെ എഴുതി. 6.3 എ 3.7 ബി പ്ലസ് 3.7 2 പ്രാവശ്യം ബി സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. ഇനി എയുടെയും ബിയുടെയും വാല്യൂ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. എ എന്ന് പറഞ്ഞാൽ 3.7, എ എന്ന് പറഞ്ഞാൽ 6.3, ബി എന്ന് പറഞ്ഞാൽ 3.7 ദ ഹോൾ സ്ക്വയർ. 10ന്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാം 100. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ദ ഡെസിമൽ നമ്പർ ഈക്വലന്റ് ടു 1/5 പ്ലസ് 1/4 പ്ലസ് 3/10. മലയാളത്തിൽ പറഞ്ഞാൽ 1/5 പ്ലസ് 1/4 പ്ലസ് 3/10 തുല്യമായ 3/10 തുല്യമായ ദശാംശ സംഖ്യ എന്താണ് എന്നതാണ് ചോദ്യം. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇനിയും ഏറ്റവും സിമ്പിളായി ചെയ്യാം. 2 മെത്തേഡ് ചെയ്യാം. ഒന്നുകിൽ 1/5 1/4 3/10 കൂടെ കൂട്ടുന്നത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ ഡിവൈഡ് ചെയ്ത് ദശാംശമാക്കുക. ഞാൻ ആ മെത്തേഡ് കാണിക്കാം. നമ്മൾ ആദ്യം 1/5 പ്ലസ് 1/4 പ്ലസ് 3/10 എന്ന് പറയുന്നത് കൂട്ടുക. ഇവരുടെ ഛേദം 5, ഇവിടെ ഛേദം 4, ഇവിടെ ഛേദം 10. മക്കളെ, ഛേദങ്ങൾ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണെങ്കിൽ നമ്മൾ ഛേദത്തിന്റെ എൽസിയം എടുക്കുക. 5ന്റെയും 4ന്റെയും 10ന്റെയും എൽസിയം എടുത്തു നോക്കുക. അത് 20 ആയിരിക്കും. അതായത് ഛേദത്തിന്റെ എൽസിയം എടുക്കുക. ഇനി എന്തായാലും 20 അടിയിൽ വരിക. ഇനി ഓരോ ടേമിനെയും 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവനെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 പ്ലസ് ഇവനെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 പ്ലസ് ഇവനെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത 6 എന്ന് വരും. നിങ്ങൾ ഒരു പക്ഷെ ഇങ്ങനെ ആയിരിക്കത്തില്ല ചെയ്യുന്നേ. 5 20 ആവാൻ 4 കൊണ്ട് 4 മേളി, 4 20 ആവാൻ 5 കൊണ്ട് 5 മോളിൽ, 10 20 ആവാൻ 2 കൊണ്ട് 2 മേളിൽ, എന്നിട്ടാ 20 താഴെ. നിങ്ങൾ എങ്ങനെയാണോ ചെയ്തത് അങ്ങനെ നിങ്ങളുടെ സൗകര്യം. ഇനി 4 5 9, 9ഉം 6ഉം 15, 15/20 എന്ന് വന്നു. 15/20 വെട്ടുമ്പോ നമുക്കറിയാം 3/4. കാര്യം 5 വെച്ച് 15നെയും 20നെയും ചെറുതാക്കി. 3/4 ആണ് മക്കളെ ഇതിന്റെ ഉത്തരം. 3/4 ഓപ്ഷൻ്റെ അകത്തിലുണ്ടെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്യാം. 3/4 ഇല്ല, നമുക്കിവരെ ഒരു ഡെസിമൽ നമ്പർ ആക്കണം. അതായത് പോയിന്റ് ഉള്ള ഒരു സംഖ്യയാക്കണം. 3/4 എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം 0.75 മലയാളത്തിൽ 3/4 മുക്കാല്.
മുക്കാലെന്ന് പറഞ്ഞാൽ 0.75 ആണ് എന്നറിയാം. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 0.75. ഇനി നമുക്ക് അത് മനസ്സിലാവുന്നില്ലേ? 3നെ 4 കൊണ്ട് 3/4 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? 3നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പോയിന്റ് ഇട്ടു, 3നെ പറ്റത്തില്ല, 30. ഇത് 7, 28 വന്നു, ബാക്കി 2, വീണ്ടും ഒരു 0 കൊടുത്തു. 0 കൊടുക്കുമ്പോൾ 5 വരും. ഇങ്ങനെയും നമുക്ക് 0.75 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഒന്നും കൂടെ പറയാം. നമ്മൾ ആദ്യം 1/5 പ്ലസ് 1/4 പ്ലസ് 3/10, 5ന്റെയും 4ന്റെയും 10ന്റെയും മക്കളെ ഛേദത്തിന്റെ എൽസിയം എടുക്കുക. 5ന്റെയും 4ന്റെയും 10ന്റെയും എൽസിയം 20 ആണ്. ഇനി ഓരോ ടേമിനെയും 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1/5നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 പ്ലസ് 1/4നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 പ്ലസ് 3/10നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2, ഇത് വെട്ടുമ്പോൾ 6, 15/20 വരും. 15/20 കിട്ടിയ നമുക്ക് 3/4 എന്ന് വരും. 3/4 മുക്കാലാണ് എന്ന് പറഞ്ഞാൽ 0.75 ആണ്. ഇനിയും ചില ആളുകള് ഇങ്ങനെയൊന്നും ചെയ്യാതെ ഇവരെ സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ 1/5ന്റെ വില എന്ന് പറഞ്ഞാൽ 1നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പോയിന്റ് ഇട്ടു, കാര്യം 1നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല, അപ്പൊ ഇത് 10 ആക്കി. 0.2 എന്ന് വന്നു. അപ്പൊ 1/5ന്റെ വില 0.2 പ്ലസ് 1/4ന്റെ വില എല്ലാവർക്കും അറിയാം 0.25 ആ. അതെങ്ങനാന്ന് ചോദിച്ചാൽ 0.25 എന്ന് പറഞ്ഞാൽ 1/4 എന്ന് പറഞ്ഞാൽ കാൽ. 1/4 0.25 ആണ്. ഇനി 3/10 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 0.3 ആ. അതെങ്ങനെ വന്നു? ഏതൊരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി, 0.3. ഇനി ഇതെല്ലോടെ കൂട്ടിയാൽ മതി. ഇതെല്ലോടെ കൂട്ടി നോക്കൂ, അപ്പോഴും നമുക്ക് കിട്ടുന്നത് 0.75 ആണ്. ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ഏത് രീതി വേണേലും ചെയ്യാം, നിങ്ങളുടെ സൗകര്യം ഏതാണോ അത്. അടുത്ത ചോദ്യം, 22 1/2% ഓഫ് 400 ഈസ് ഡാഷ്. അതായത് 400ന്റെ 22 1/2% എത്ര എന്നതാണ് ചോദ്യം. 400ന്റെ 22.5% എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, മിക്സഡ് ഫ്രാക്ഷൻ വരികയാണെങ്കിൽ നമ്മൾ മിക്സഡ് ഫ്രാക്ഷന്റെ കൂട്ടലും കുറയ്ക്കലും ഒഴിച്ച് ബാക്കി എല്ലാ ഓപ്പറേഷൻസും മിക്സഡ് മാറ്റിയതിന് ശേഷമേ ചെയ്യാവൂ. കൂട്ടലും കുറയ്ക്കലും മിക്സഡ് മാറ്റി ചെയ്യാം, പക്ഷെ കൂട്ടാനും കുറയ്ക്കാനും എളുപ്പവഴികളുണ്ട്. മിക്സഡ് ഫ്രാക്ഷൻ വന്ന ബാക്കി ശതമാനം എടുക്കാനായാലും ഗുണനമായാലും ഹരണമായാലും സ്ക്വയർ എടുക്കാനായാലും ക്യൂബ് എടുക്കാനായാലും മിക്സഡ് മാറ്റുക. നമ്മൾ ആദ്യം 22.5% മിക്സഡ് മാറ്റാൻ പോകും. ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ 44, ഇത് കൂട്ടിയാൽ 45. മിക്സഡ് എങ്ങനെ മാറ്റുന്നത്? ഇത് രണ്ടും കൂടെ ഗുണിച്ചത് കൂട്ടുക, 45/2 എന്ന് വരും. അപ്പൊ നമ്മൾ ഇവരെ മാറ്റി 45/2 എന്ന് വരും. അപ്പൊ മിക്സഡ് മാറ്റുന്നത് ഞാൻ ഒന്നുകൂടെ പറയുന്നു. 22 1/2, 22 ഗുണം 2, ഇത് രണ്ടും കൂടെ ഗുണിക്കുക 44, ഇത് കൂട്ടുക 45, 45 ഛേദം അത് തന്നെ 2. അപ്പോ 400ന്റെ 45/2% കണ്ടെത്തുക എന്നതാണ് ഈ ചോദ്യം. കാര്യം 22 1/2 എന്ന് പറഞ്ഞാൽ 45/2. 45/2% കാണുക. ഏതൊരു സംഖ്യയുടെയും ശതമാനം കാണാൻ മക്കളെ ബൈ 100. അപ്പൊ 400 ഗുണം 45/2% കാണണം. ശതമാനം കാണാൻ ഇവന്റെ അടിയിൽ ഒരു 100 കൊടുക്കണം. അതെന്തായാലും ഇവിടെ വന്നോളും, നിങ്ങൾ പേടിക്കണ്ട. കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇതിന്റെ എക്സാക്ട് സ്റ്റെപ്പ് 45/2/100 എന്നാണ്. 45/2% അർത്ഥം. ഈ 100ന്റെ റെസിപ്രോക്കൽ ഒക്കെ എടുത്ത് ചെയ്തു വരുമ്പോഴും എന്തായാലും ഈ 100 അടിയിൽ വന്നോളും, നിങ്ങൾ പേടിക്കണ്ട.
ഒന്നുകൂടെ പറയുന്നു, 400-ന്റെ 22.5% കാണണം. അതായത് 400-ന്റെ 45/2% കാണണം. ശതമാനം കാണാൻ അടിയിൽ 100 കൊടുക്കണം. കാര്യം 100-ൽ എത്ര എന്നതാണ് ശതമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടിയിൽ ഭിന്നസംഖ്യയാണ്, അതിൻ്റെ ഛേദത്തിൽ ഒരു 100 കൊടുത്താൽ മതി. 400 × 45/2. ശതമാനം കാണാൻ ഛേദത്തിൽ ഒരു 100 കൊടുക്കുക. /2 അതിൻ്റെ ഛേദത്തിൽ ഒരു 100 കൊടുക്കുക. കാര്യം ഇതിനെ /100 ചെയ്താലും തിരിഞ്ഞു വരുമ്പോൾ അടിയിൽ എന്തായാലും 100 വരും. ഈ 0 0 0 0 പോയി. 1 2 2, ഇത് 2. 45 × 2 നമ്മുടെ ഉത്തരം 90 എന്ന് വരും. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. അപ്പൊ എപ്പോഴും ഓർത്തോളുക, മിക്സഡ് ഫ്രാക്ഷൻ വന്നാൽ നോർമൽ ഫ്രാക്ഷൻ ആക്കുക. നോർമൽ ഫ്രാക്ഷനെ ശതമാനമാക്കാൻ /100 എന്ന് കൊടുക്കുക. ഛേദത്തിൽ കൊണ്ടൊരു 100 കൊടുത്താൽ മതി, ഈസി ആയിട്ട് കിട്ടും. അടുത്ത ചോദ്യം, 6-ന്റെ സ്ക്വയർ ഇൻറ്റു 10⁴ ഇൻറ്റു 15-ന്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 2-ന്റെ സ്ക്വയർ ഇൻറ്റു 3⁵5 ഇൻറ്റു 5�6. അപ്പോ കൃത്യങ്കവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കൃത്യങ്കങ്ങളുടെ എക്സ്പോണൻസിന്റെ ചോദ്യങ്ങൾ മിക്കവാറും നമ്മൾ ചെയ്യുന്നത് ബേസ് സെയിം ആവണം. കാര്യം ബേസ് സെയിം ആയാൽ മാത്രമേ ഇത് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് മിക്കവാറും പറ്റുള്ളൂ. കാര്യം നമ്മുടെ റൂളുകളെല്ലാം തന്നെ മിക്കവാറും ബേസ് സെയിം ആയവർക്കുള്ളതാണ്. a⁻m ഇൻറ്റു a⁻n ആയാലും a⁻m ഡിവൈഡഡ് ബൈ a⁻n ആയാലും എല്ലാം ബേസ് സെയിമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെങ്കിലും ഇവരെ ബേസ് സെയിം ആക്കാൻ പറ്റുമോ എന്ന് നോക്കണം. 6-ന്റെ സ്ക്വയർ, 6-നെ മക്കളെ നമുക്ക് 3 × 2 എന്ന് എഴുതാം. കാര്യം 6 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ല. 6-ന് ഘടകങ്ങളുണ്ട്. 2 × 3 എന്ന് എഴുതാം. ഞാൻ എന്തുകൊണ്ടാണ് 2 × 3 എന്ന് ചിന്തിച്ചതെന്ന് ചോദിച്ചാൽ, താഴെ ഒരു 2ഉം 3ഉം ഉണ്ട്, കണ്ടോ? ഇപ്പൊ 2ഉം 3ഉം പവറായിട്ട് എഴുതിയാൽ നമുക്ക് എളുപ്പമാണ് കാര്യങ്ങൾ. അപ്പൊ 6-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 3-ന്റെ സ്ക്വയറാ. അപ്പൊ ഇത് അകത്തേക്ക് കൊടുത്താൽ 2-ന്റെ സ്ക്വയർ × 3-ന്റെ സ്ക്വയർ എന്നാവും. കാര്യം എന്താ? 6-ന്റെ സ്ക്വയർ 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 × 3. അപ്പൊ 6-ന്റെ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 ദ ഹോൾ സ്ക്വയർ. ഈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അകത്തുള്ള എല്ലാവർക്കും സ്ക്വയർ കൊടുക്കണം. 2-ന്റെ സ്ക്വയർ × 3-ന്റെ സ്ക്വയർ. ഇനി ഇതേപോലെ 10-നെ നമുക്ക് എങ്ങനെ എഴുതാം? 10⁴ നമുക്ക് 2 × 5 ദ ഹോൾ റൈസ് ടു 4 എന്ന് എഴുതാം. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കും, അതെന്താടാ അങ്ങനെ? താഴെ 2ഉം 5ഉം ഉണ്ട്. അപ്പൊ വെട്ടിക്രിയ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി വലിയ സംഖ്യയായ 10-നെ 2 × 5 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. കാര്യം താഴെ 2ഉം 5ഉം ഉണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പൊ 10⁴ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? 2 × 5 ദ ഹോൾ റൈസ് ടു 4. ഈ 4 അകത്തേക്ക് കൊടുത്താൽ 2⁴ × 5⁴. കാര്യം 2 പേർക്കും നമ്മൾ റൈസ് കൊടുത്തു. ഇനി 15-ന്റെ ക്യൂബിനെ നമുക്ക് മക്കളെ എങ്ങനെ എഴുതാം? എടാ 15 എന്ന് പറഞ്ഞാൽ തന്നെ 3 × 5. അപ്പൊ 15-ന്റെ ക്യൂബിനെ നമ്മൾ എങ്ങനെ എഴുതി? 3 × 5 ദ ഹോൾ ക്യൂബ്. ഓക്കെ ആണോ? എന്തുകൊണ്ടാ 3 × 5 എന്ന് എഴുതിയെന്ന് ചോദിച്ചാ നിങ്ങൾക്കറിയാം താഴെ 3ഉം 5ഉം ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ 3-ന്റെ ക്യൂബ് × 5-ന്റെ ക്യൂബ് എന്ന് വന്നു. കാര്യം ക്യൂബ് അകത്ത് എല്ലാവർക്കും കൊടുക്കണം. ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ അകത്തുള്ള എല്ലാവർക്കും. ഇനി നമ്മൾ എടുത്തെഴുതാൻ പോവാ. 6-ന്റെ സ്ക്വയർ. 6-ന്റെ സ്ക്വയറിന് നമ്മൾ എങ്ങനെ എഴുതി? 2-ന്റെ സ്ക്വയർ × 3-ന്റെ സ്ക്വയർ ഇൻറ്റു 10⁴ അവരെ നമ്മൾ എങ്ങനെ എഴുതി? 2⁴ × 5⁴ ഇൻറ്റു
15/3 അവരെ നമ്മൾ എങ്ങനെ എഴുതി? 3/3 ഗുണം 5/3 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2/6 ഗുണം 3/5 ഗുണം 5/6. ഇനി ഇത് വെട്ടിക്കളയുന്നവർ പെട്ടെന്ന് വെട്ടുന്നവരുണ്ട്. എന്നാലും ഈ മേളത്തെ പോർഷൻസ് മാത്രം നോക്കുക. ഇവിടെ രണ്ടിടത്തും ബേസ് സെയിമാണ്. 2ന്റെ സ്ക്വയറും 2/4. മക്കളെ ബേസ് സെയിം ആണെങ്കിൽ ബേസ് അത് തന്നെ എഴുതിയിട്ട് പവറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഇവിടെ ബേസ് 2, ഇവിടെയും ബേസ് 2. ബേസ് സെയിമായ സംഖ്യകൾ ഗുണിക്കാൻ ബേസ് അത് തന്നെ ബേസായ 2 അതുപോലെ എഴുതിയിട്ട് പവറുകൾ തമ്മിൽ കൂട്ടി. 2 4 6. ഇത് റൂളായിട്ട് പറഞ്ഞാൽ a⁻m × a⁻n എന്ന് പറയുന്നത് a⁻m+n ആണ്. ഗുണം. ഇനി ഞാൻ ഈ വട്ടം ഇവിടെ നോക്കി. ഇവരുടെ 2 പേരുടെയും ബേസ് സെയിമാണ്. ഇവിടെ ബേസ് 3ന്റെ സ്ക്വയർ, ഇവിടെ ബേസ് 3 3ന്റെ ക്യൂബ്. ബേസ് സെയിമായ സംഖ്യകൾ ഗുണിക്കാൻ നോക്ക്. ബേസായ 3 അതുപോലെ എഴുതി പവറുകൾ തമ്മിൽ കൂട്ടി. 2 3 5 ഗുണം. ഇനി ഞാൻ വട്ടം ഇവിടെ നോക്കി. 5/4 5/7 മേളിലും താഴെയും ബേസ് 2 പേർക്കും 5. അപ്പൊ പവറുകൾ തമ്മിൽ കൂട്ടി 5/7 4 3 7 ഡിവൈഡഡ് ബൈ 2/6 ഗുണം 3/5 ഗുണം 5/6. ഇനി നിങ്ങൾ നല്ലവണ്ണം ഒന്ന് സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ. 2ന്റെ സ്ക്വയർ 2/6 താഴെ മേളിലും ക്യാൻസൽ. 3/5 3/5 താഴെ മേളിലും ക്യാൻസൽ. മേളിൽ ഒരു 5/7 ഉണ്ട്, താഴെ ഒരു 5/6 ഉണ്ട്. മേളിൽ നിന്നും താഴേന്നും 5/6 പോയാലും ബാക്കി മേളിൽ ഒരു 5/1 ബാക്കി നിൽക്കും. കാര്യം ഇവിടെ 5 6 പ്രാവശ്യം, ഇവിടുന്നും ഒരു 5 6 പ്രാവശ്യം പോയി. ബാക്കി 5/1 മേളിലുണ്ട്. 5/1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരം 5 ആണ്. ഓപ്ഷൻ ഡി ആണ്. സെറ്റാണ്. മുമ്പോട്ട് പോവാം. ഞാൻ ഒരു വട്ടം കൂടെ പടേന്ന് പിടിക്കും. നിങ്ങൾ എൻ്റെ ഒപ്പം പിടിക്കുമല്ലോ. ഇവിടെ 6ന്റെ സ്ക്വയറിനെ നമ്മൾ 2 ഗുണം 3 6 എഴുതി. അപ്പൊ 6ന്റെ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2ന്റെ സ്ക്വയർ ഗുണം 3ന്റെ സ്ക്വയർ. കാര്യം 6 2 ഗുണം 3. അപ്പൊ 6ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ ഗുണം 3ന്റെ സ്ക്വയർ ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 2 ഗുണം 5 ആണ് 10. അപ്പൊ 10/4 എന്ന് പറയുമ്പോൾ 2/4 ഗുണം 5/4. നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു? അവർക്ക് 2 പേർക്കും ഈ പവർ കൊടുക്കണം. ഇൻറ്റു 15നെ 3 ഗുണം 5 ആണ് 15. അപ്പൊ 15ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 3ന്റെ ക്യൂബ് ഗുണം 5ന്റെ ക്യൂബ് ദ ഹോൾ ഡിവൈഡഡ് ബൈ 2/6 ഗുണം 3/5 ഗുണം 5/6. ഛേദം അത് തന്നെ. ഇനി ഇവിടെ രണ്ടിടത്തും ബേസ് 2. ഇവിടെയും 2 ഇവിടെയും 2. ബേസ് സെയിമായ സംഖ്യകൾ ഗുണിക്കാൻ ബേസ് അത് തന്നെ എഴുതി പവറുകൾ തമ്മിൽ കൂട്ടി 6. a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n പ്ലസ് ഇവിടെ രണ്ടിടത്തും ബേസ് 3. ബേസ് 3 സെയിമായ സംഖ്യകൾ ഹരിക്കാൻ പ്ലസ് അല്ല ഇൻറ്റു സെയിമായ സംഖ്യകൾ ഗുണിക്കാൻ ബേസ് അത് തന്നെ എഴുതി പവർ 2 3 കൂട്ടി 5 ഇൻറ്റു ഇവിടെ രണ്ടിടത്തും ബേസ് സെയിം 5. ബേസ് സെയിമായ സംഖ്യകൾ ഗുണിക്കാൻ ബേസ് അത് തന്നെ എഴുതി പവറുകൾ തമ്മിൽ 4 3 7 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2/6 ഗുണം 3/5 ഗുണം 5/6. മേളിലും താഴെയും 2/6 ഒരുപോലെ വന്നു ക്യാൻസൽ ചെയ്യാം. മേളിലും താഴെയും 3/5 ഒരുപോലെ വന്നു ക്യാൻസൽ ചെയ്യാം. മേളിൽ ഒരു 5/7 ഉണ്ട്, താഴെ ഒരു 5/6 ഉണ്ട്. മേളിലും താഴെ ഒരുപോലല്ല. മേളിൽ 5 7 പ്രാവശ്യം, താഴെ 5 6 പ്രാവശ്യം. അപ്പൊ മേളിൽ നിന്നും താഴെ നിന്നും 5 6 പ്രാവശ്യം ക്യാൻസൽ ചെയ്താലും
മേളിൽ ഒരു 5/1 ബാക്കി നിൽക്കും. നീ അല്ലേ തന്നെ ഇങ്ങനെ തന്നെ ആലോചിക്കുക, 5/7/5/1 സോറി 5/6 a/m ഡിവൈഡഡ് ബൈ a/n എന്ന് പറഞ്ഞാൽ a/m - n 7 - 6 5/1. നമ്മുടെ ഉത്തരം 5/1 എന്ന് പറഞ്ഞാൽ 5 തന്നെ. സെറ്റാണ്. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. അടുത്ത് ഫൈൻഡ് എക്സ് ഇഫ് 5:7 = x:35 എങ്കിൽ എക്സിന്റെ വില എത്ര എന്നതാണ് ചോദ്യം. റേഷ്യോ പ്രൊപ്പോർഷനിലെ വളരെ സിമ്പിളായ ചോദ്യം. മക്കളെ ശ്രദ്ധിക്കുക, റേഷ്യോ പ്രൊപ്പോർഷനിലെ ഒരു പ്രൊപ്പോർഷൻ തന്നിട്ട് ഇതിന്റെ എക്സിന്റെ വാല്യൂ കാണും. ഇത് നമ്മൾ പല രീതിയിൽ ചെയ്യും. ചില ആളുകൾ 5/7 = x/35 എന്ന് എഴുതി ക്രോസ് ചെയ്യും. നമ്മൾ റേഷ്യോ പഠിപ്പിച്ചപ്പം പറഞ്ഞതാണ്, ഏതൊരു പ്രൊപ്പോർഷന്റെയും ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും തമ്മിൽ ഗുണിക്കുന്നത് നടുക്കത്തെ സംഖ്യകൾ ഗുണിക്കുന്നതിനോട് തുല്യമായിരിക്കും, ഏതൊരു പ്രൊപ്പോർഷന്റെ. അപ്പൊ ഇവിടെ 5 × 35 = 7 × x. ഇത് ബൈ ആയിട്ട് എഴുതിയാൽ ഈ സ്റ്റെപ്പിലേക്കാ പോകുന്നത്. അപ്പൊ എക്സ് കാണാൻ ഈ 7നെ ഇങ്ങോട്ട് വിട്ട് 5 × 35/7 പോരേഴ് 7 5 35 7 35 കൂടെ പോയി 5 5 എക്സിന്റെ വില നമുക്ക് പറയാം 25. ഒന്നുകൂടെ, ഏതൊരു പ്രൊപ്പോർഷന്റെയും ആദ്യത്തെയും അവസാനത്തേതും തമ്മിൽ ഗുണിക്കുന്നത്, അതായത് 5 × 35 എന്ന് പറയുന്നത് നടുക്കത്തേത് സംഖ്യകൾ ഗുണിക്കുന്നതിനോട് തുല്യമാണ് 7x. ഇനിയും എക്സ് കാണാൻ ഈ 7നെ ഇങ്ങോട്ട് വിട്ടു, ഗുണനം അപ്പുറത്ത് പോകുമ്പോൾ ഹരണമാവും. 7 7 5 35 നമുക്ക് പറയാം 25. 25 ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഇനി ഞാൻ പെട്ടെന്ന് നടക്കുന്ന മിക്കവാറും എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം കൂടെ പറയട്ടെ മക്കളെ. 5 × 7 = x:35. ഇവിടെ ആദ്യത്തെ റേഷ്യോ 5, ഇവിടെ അത് എക്സ്. രണ്ടാമത്തെ റേഷ്യോ 7 35. മക്കളെ 7നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 35 ആവുന്നത്. അപ്പൊ 5നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 25 കിട്ടും. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. ഒന്നുകൂടെ പറയുന്നു, ആദ്യത്തെ റേഷ്യോ 5, ഇവിടെ ഈ സ്ഥാനത്ത് എക്സ്. രണ്ടാമത്തെ റേഷ്യോ 7, അവിടെ ആ സ്ഥാനത്ത് 35. 7 എങ്ങനെ 35 7 5 ആണ് 35. അപ്പൊ 5 എങ്ങനെയാവും? 5 5 25. ഇങ്ങനെയും നമുക്ക് ചിന്തിക്കാം. ചോദ്യം ഇങ്ങനെയാണ്, ഇഫ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ an amount of ₹10,000 for 2 years is ₹2,400, what is the compound interest for 2 years for the same principal? മലയാളത്തിൽ പറഞ്ഞാൽ 10,000 രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 2,400 ആണ്. എങ്കിൽ ഇതേ 10,000 രൂപയ്ക്ക് 2 വർഷത്തെ കൂട്ടുപലിശ എത്ര എന്നതാണ് ചോദ്യം. ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. 2 കൊല്ലത്തെ സാധാരണ പലിശ 10,000 രൂപയ്ക്ക് 2,400 രൂപയാണ്. എങ്കിൽ 2 കൊല്ലത്തെ 10,000 രൂപയുടെ കൂട്ടുപലിശ എത്ര? അപ്പം നമ്മൾ ആദ്യം 2 പാർട്ടായിട്ട് ഈ ചോദ്യം ചെയ്യേണ്ടി വരും. മക്കളെ, 10,000 രൂപയ്ക്ക് 2 കൊല്ലം കൊണ്ട് 2,400 രൂപ പലിശ കിട്ടും. അപ്പൊ ഇവിടുത്തെ പലിശ നിരക്ക് എത്രന്ന് ചോദിച്ചാൽ R= സാധാരണ പലിശയാണ് ഇവിടെ അല്ലെ, സാധാരണ പലിശ 2,400. R= 100 × I ഡിവൈഡഡ് ബൈ PN എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ട് ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ 100 × I ഡിവൈഡഡ് ബൈ PN, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ 100 × I എന്ന് പറഞ്ഞാൽ പലിശ 2,400 ബൈ P എന്ന് പറയുന്നത് മുതൽ 10,000 × N എന്ന് പറയുന്നത് വർഷം 2 വർഷമാണ്. ഇത് പോയി മേളിൽ നിന്നും താഴെ നിന്നും 4 0.
24/2 12% ഇവിടുത്തെ പലിശ നിരക്ക്. അപ്പൊ ഈ ചോദ്യത്തിലെ പലിശ നിരക്ക് 12% എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ ആണോ? അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു. സാധാരണ പലിശയിൽ 10,000 രൂപയ്ക്ക് 2,400 രൂപ 2 കൊല്ലം കൊണ്ട് പലിശ കിട്ടി. അപ്പം നമ്മൾ അവിടുത്തെ പലിശ നിരക്ക് എത്ര എന്ന് കാണണം. ഒന്നുകിൽ പലിശ നിരക്ക് കാണാൻ സാധാരണ പലിശയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. R = 100 × I / PN. നമ്മൾ സാധാരണ പലിശയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് 12% എന്ന് മനസ്സിലാക്കി. ഇനി അതല്ല, കുറച്ചും കൂടെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ചിന്തിക്കാം. 2 കൊല്ലം കൊണ്ട് 10,000 രൂപയുടെ പലിശ 2,400. അപ്പൊ ഒരു കൊല്ലത്തെ പലിശ എന്ന് പറയുന്നത് 1,200. എന്തുകൊണ്ടാ? സാധാരണ പലിശ എല്ലാ കൊല്ലവും ഒരേ പലിശ തരുന്നവനാ. 2 കൊല്ലം കൊണ്ട് 2,400 ഒരു കൊല്ലം കൊണ്ട് 2,400/2 1,200 രൂപ പലിശ കിട്ടും. മക്കളെ, 10,000 രൂപയ്ക്ക് 1,200 രൂപയാണ് പലിശ ഒരു കൊല്ലം. ഒരു കൊല്ലം 10,000 രൂപ ഇട്ടാൽ 1,200 രൂപ പലിശ കിട്ടും. അപ്പൊ ഒരു കൊല്ലത്തെ പലിശ നിരക്കെന്ന് പറയുന്നത് 1,200/10,000 × 100. ഇങ്ങനെ ചെയ്താലും മതി. അപ്പോഴും നമുക്ക് കിട്ടുക 12%. ഒന്നുകൂടെ, 10,000 രൂപയ്ക്ക് 2,400 രൂപ 2 കൊല്ലം പലിശ കിട്ടി. സാധാരണ പലിശ എല്ലാ കൊല്ലവും 1. 2 കൊല്ലം 2,400 ഒരു കൊല്ലം 1,200. 10,000 രൂപയ്ക്ക് 1,200 രൂപ പലിശ കിട്ടി. പലിശ നിരക്കെന്ന് പറയുന്നത് 1,200/10,000 × 100. 10,000-ന് 1,200 ഒരു കൊല്ലത്തെ പലിശ. അപ്പൊ 10,000-ൽ 1,200 എത്ര ശതമാനം എന്ന് കണ്ടാൽ പലിശ നിരക്ക് കിട്ടി 12%. മക്കളെ, പലിശ നിരക്ക് 12%. മുതൽ 10,000. ഈ 12% പലിശ നിരക്കിൽ 10,000 രൂപയുടെ 2 വർഷത്തെ കൂട്ടുപലിശ എത്രയാണ് എന്നതാണ് ചോദ്യം. മക്കളെ, 2 കൊല്ലത്തെ കൂട്ടുപലിശ കാണാൻ നമ്മൾ ഒരു നമ്പർ പഠിച്ചിട്ടുണ്ട്. 1 to 1. 2 കൊല്ലമാണ് 1 to 1. അതിൽ ആദ്യത്തെ നിരയിൽ മുതൽ 10,000. ദെൻ മുതലായ 10,000-ന്റെ 12% അടുത്ത നിരയിൽ എഴുതണം. 10,000-ന്റെ 12% 1,200. ദെൻ ഈ 1,200-ന്റെ 12% അടുത്ത നിരയിൽ എഴുതണം. 1,200-ന്റെ 12% 144. ഇനി താഴത്തെ സംഖ്യയും മേളത്തെ സംഖ്യയും കൂടെ ഗുണിക്കണം. 10,000 × 1 10,000. 1,200 × 2 2,400. 144 × 1 144. മക്കളെ, കൂട്ടുപലിശ എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഒന്നാമത്തെ നിര വേണ്ട, ബാക്കിയെല്ലോടെ കൂട്ടി എഴുതണം. 2,400-ഉം 144 കൂട്ടി 2,544 ഉത്തരം. ഓപ്ഷൻ ബി. ഇതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടെ പറയുന്നു. മക്കളെ, നമ്മളോട് ചോദിച്ചേക്കുന്ന ചോദ്യം ഇതേ മുതലിന് 10,000 രൂപയ്ക്ക് 2 കൊല്ലത്തെ കൂട്ടുപലിശ എത്ര? നമുക്ക് കണ്ടുപിടിച്ചു. പലിശ നിരക്ക് 12%. 12% 10,000 രൂപ 2 കൊല്ലത്തെ കൂട്ടുപലിശ കാണണം. 2 കൊല്ലത്തെ നമ്പർ കൂട്ടുപലിശയ്ക്ക് നമ്മളൊരു ഷോർട്ട് ട്രിക്ക് പഠിച്ചു. 1 to 1. 2 കൊല്ലമാണ് 1 to 1 എഴുതി. താഴെ 10,000. അടുത്ത നിരയിൽ ഈ 10,000-ന്റെ 12%. 10,000-ന്റെ 12% 1,200. അടുത്ത നിരയിൽ ഈ 1,200-ന്റെ 12%. 1,200-ന്റെ 12% 144. എന്നിട്ട് ഈ താഴത്തെ സംഖ്യയും മേളത്തെ സംഖ്യയുടെ ഗുണിക്കുക.
10,000 ഗുണം 1 10,000, 1200 ഗുണം 2 2400, 144 ഗുണം 1 144. കൂട്ടുപലിശ എത്രന്ന് ചോദിച്ചാൽ 1 വേണ്ട ബാക്കിയെല്ലാം. 2400 144, ഒന്നാമത്തെ നിര വേണ്ട ബാക്കിയെല്ലാം. 2400 144 കൂട്ടി 2544 ഉത്തരം, ഓപ്ഷൻ ബി. മക്കളെ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൂട്ടുപലിശ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി, ചിലരൊക്കെ ചിന്തിക്കും ഇപ്പം 1 to 1 എങ്ങനെയാ വന്നതെന്നൊക്കെ. കൂട്ടുപലിശ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ പ്ലേലിസ്റ്റിൽ കൊടുത്തേക്കാം. സമയമുള്ളവർ തീർച്ചയായും അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. കൂട്ടുപലിശ നിങ്ങൾക്ക് എളുപ്പമാവും, ഉറപ്പാണ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ റേഡിയസ് ഇൻ സെന്റിമീറ്റർ ഓഫ് എ സ്പിയർ ഹൂസ് വോളിയം ഈസ് 36 പൈ സെന്റിമീറ്റർ ക്യൂബ്. അതായത് ഒരു സ്പിയറിന്റെ വോളിയം നമ്മളോട് പറയുന്നു 36 പൈ സെന്റിമീറ്റർ ക്യൂബ് എങ്കിൽ ആ സ്പിയറിന്റെ റേഡിയസ് സെന്റിമീറ്ററിൽ എത്ര? എന്തായാലും സെന്റിമീറ്റർ ക്യൂബിലാ വോളിയം, അപ്പൊ എന്തായാലും സെന്റിമീറ്ററിൽ നമുക്ക് കിട്ടും. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഗോളത്തിന്റെ വ്യാപ്തം തന്നിട്ടുണ്ട്, അതിന്റെ ആരം കാണണം. ഒരു ഗോളത്തിന്റെ വ്യാപ്തം തന്നിട്ടുണ്ട്, അതിന്റെ ആരം കാണണം. ഒരു 2 കാര്യം പഠിക്കാനായിട്ട് നിങ്ങളോട് പറയുന്നു, പഠിക്കണം. മക്കളെ, ഏതൊരു ഗോളത്തിൻ്റെയും സ്പിയർ വോളിയം കാണാനുള്ള ഇക്വേഷൻ 4/3 πr ക്യൂബ്. ഇനി ആ സ്ഥാനത്ത് ഹെമിസ്പിയർ ആണ്, ആ 4ന്റെ സ്ഥാനത്ത് 2 വരും. 2/3 πr ക്യൂബ് ആയിരിക്കും ഹെമിസ്പിയർ. അപ്പോൾ സ്പിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr ക്യൂബ് ആണ്. ഹെമിസ്പിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 2/3 πr ക്യൂബ്. 4/3യുടെ പകുതി. കാര്യം ഗോളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയൊരു ബോള്, പന്ത് എന്നൊക്കെ പറയും. അർദ്ധഗോളം എന്ന് പറഞ്ഞാൽ നമുക്ക്, അർദ്ധഗോളം എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുപോലൊക്കെ ഇരിക്കും. പാത്രം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തേങ്ങ പകുതിക്ക് മുറിച്ചത്, ഇതൊക്കെ അർദ്ധഗോള. തണ്ണിമത്തൻ മുറിച്ചത്. അപ്പോ ഗോളത്തിന്റെ പകുതിയുള്ള അർദ്ധഗോളം 4/3യുടെ സ്ഥാനത്ത് 2/3. ഇങ്ങനെ ചിന്തിച്ചാൽ എളുപ്പം. അപ്പോ ഗോളത്തിന്റെ വ്യാപ്തം 4/3 πr ക്യൂബ്, അർദ്ധഗോളത്തിന്റെ വ്യാപ്തം വോളിയം 2/3 πr ക്യൂബ്. ഇവിടെ ഒരു ഗോളത്തിന്റെ വോളിയം നമ്മളോട് പറയുന്നു 36 പൈ. അപ്പോഴേ ഓർത്തോണം, എടാ ഗോളത്തിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr ക്യൂബാ. അതാണ് നമ്മളോട് പറയുന്ന 36 പൈ. 2 സൈഡിൽ നിന്നും നമുക്ക് മേൽ പൈ ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. അപ്പൊ r ക്യൂബ് എന്ന് പറയുന്നത് 36 ഗുണം ഈ 4/3 അപ്പുറത്ത് പോയി 3/4 ആവും. കാര്യം ഒരു സമചിഹ്നത്തിനപ്പുറത്തേക്ക് ഒരു പ്ലസ് പോയാൽ മൈനസ് ആവും, മൈനസ് പോയാൽ പ്ലസ് ആവും, ഇൻറ്റു പോയാൽ ഡിവിഷൻ ആവും, ഡിവിഷൻ പോയാൽ ഇൻറ്റു ആവും. ഇവിടെ ഒരു ഭിന്നം പോന്നു, ഭിന്നം അപ്പുറത്തേക്ക് പോകുമ്പോൾ താഴെയുള്ളത് മേളിലും മേളിലുള്ളത് താഴെയും ഇൻറ്റു ചെയ്യുമ്പോൾ എന്തായാലും ഇത് ഡിവിഷൻ ആവും, റെസിപ്രോക്കൽ ആവും. അതതിൻ്റെ കൺസെപ്റ്റ്. 1 4 4 ഇത് 9. r ക്യൂബ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി 9×3 27. എടാ r ക്യൂബിന്റെ വില 27 ആണ്. r എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 27. നമുക്ക് പറയാം 3 സെറ്റാണ്, മുമ്പോട്ട് പോകാം. 27ന്റെ ക്യൂബ് റൂട്ട്. ഒരു വട്ടം കൂടെ പടേന്ന് പിടിക്കും. ഗോളത്തിന്റെ വോളിയം മക്കളെ 4/3 πr ക്യൂബ്. അതാ തന്നത് 36 പൈ. നമുക്ക് റേഡിയസ് 6 കാണണം. 2 സൈഡിൽ നിന്നും പൈ ക്യാൻസൽ. r ക്യൂബ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഓൾറെഡി 36 ഉണ്ട്. 4/3 അപ്പുറത്ത് പോയാൽ 3/4 ആവും. 4ഉം 36 വെട്ടിയാ 9 വരും. 36 4 4 വെച്ച് ഗുണിച്ച് വെട്ടിയാ താഴെ മേളു. അപ്പൊ r ക്യൂബ് എന്ന് പറയുന്നത് 27. മക്കളെ r ക്യൂബ് 27 ആണ്. r എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 27. നമുക്ക് പറയാം 3 സെന്റിമീറ്റർ. ഗോളത്തിന്റെ റേഡിയസ് ഓപ്ഷൻ എ 3 സെന്റിമീറ്റർ. അപ്പൊ മറന്നു പോകണ്ട, ഒരു ഗോളത്തിന്റെ വോളിയം
4/3 പൈ ആർ ക്യൂബ്. സ്പിയർ അർദ്ധഗോളത്തിന്റെ വോളിയം ഹെമിസ്ഫിയർ 2/3 പൈ ആർ ക്യൂബ്. The first and last term of an arithmetic progression are 144 and 300 respectively, and common ratio is 3. Find out the number of terms in this progression. മക്കളെ, അന്ന് പരീക്ഷയ്ക്ക് ഫൈനൽ ആൻസർ കീന്ന് കളഞ്ഞ ചോദ്യമാണ് ഇത്. എന്തുകൊണ്ട് കളഞ്ഞെന്ന് ചോദിച്ചാൽ, ഇവിടെ മലയാളത്തിൽ പറഞ്ഞത്, അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദം 144, അവസാന പദം 300, കോമൺ റേഷ്യോ 3. മക്കളെ, ഒരു സമാന്തര ശ്രേണിക്ക് ഒരിക്കലും കോമൺ റേഷ്യോ അല്ല വരുന്നത്, കോമൺ ഡിഫറൻസ് ആണ്. അവരുടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. കോമൺ ഡിഫറൻസ് 3 എന്ന് പറയണമായിരുന്നു. ഇവിടെ കോമൺ റേഷ്യോ എന്നാ പറയുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ പൊതു അനുപാതം എന്നാണ് പറയുന്നത്. പിള്ളാരെ, ഒരു സമാന്തര ശ്രേണിക്ക് പൊതു അനുപാതമല്ല, പൊതു വ്യത്യാസമാണ്. ഇപ്പൊ വായിക്കുന്ന എല്ലാവരും ശരിക്കും പറഞ്ഞാൽ പരീക്ഷാ ഹോളിൽ ഈ പൊതു റേഷ്യോ എന്നുള്ള സാധനം കണ്ണിലേ പിടിക്കൂല. അവരെന്ത് ചെയ്യും? എ പി ആണ്, എന്തായാലും ഒരു പൊതുവ്യത്യാസം ഉണ്ട് എന്നുള്ള രീതിയിൽ അവരങ്ങ് ചെയ്തു പോകും. കോമൺ എന്ന് പറയുമ്പോഴേ ഡിഫറൻസ് 3 എടുത്ത് ചെയ്തു പോകും. പക്ഷേ കോമൺ റേഷ്യോ എ പിക്കല്ല വരുന്നത്, ജി പിക്കാണ് വരുന്നത്. ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. പൊതു വ്യത്യാസം എന്ന് പറയുന്നതാണ് എ പിക്ക്, പൊതു അനുപാതം എന്ന് പറയുന്നത് ജി പിക്കാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഈ ചോദ്യത്തിൽ വന്നത് കൊണ്ടാണ് അന്ന് ഈ ചോദ്യം കട്ട് ചെയ്തത്. നമുക്ക് എന്തായാലും ഈ കോമൺ റേഷ്യോ ഒന്ന് മാറ്റി കോമൺ ഡിഫറൻസ് എന്ന് എഴുതി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ കോമൺ റേഷ്യോ അല്ല എ പിക്ക്, കോമൺ ഡിഫറൻസ് ആണ്. റേഷ്യോ എപ്പോഴും, കോമൺ റേഷ്യോ എപ്പോഴും ജി പിക്ക്, ജോമെട്രിക് പ്രോഗ്രഷനാണ്. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 144, അവസാന പദം 300, കോമൺ ഡിഫറൻസ്, നമ്മൾ ചോദ്യം തിരുത്തി, കോമൺ ഡിഫറൻസ് 3. ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് ടേംസ് ഇൻ ദിസ് പ്രോഗ്രഷൻ. ഈ പ്രോഗ്രഷനിൽ എത്ര ആളുകളുണ്ട്? നമ്പർ ഓഫ് ടേംസ്. മക്കളെ, ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ടേംസ് കാണാൻ അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1. മൊത്തത്തിൽ സമാന്തര ശ്രേണിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ട്രിക് ടേണിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കിടപ്പുണ്ട്, ചെയ്യാൻ പറ്റുന്ന അത്ര ടൈപ്പുകൾ. അതൊക്കെ സമയമുള്ളപ്പോൾ പഠിച്ചോളുക, കൃത്യമായി നോട്ടാക്കുക. ഏത് പരീക്ഷയ്ക്ക് പോയാലും പ്രയോജനമാണ്. ഒന്നുകൂടെ, ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം കാണാൻ അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1. ഇംഗ്ലീഷിൽ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്, മൊത്തത്തിൽ +1. പദങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ടേംസ്. അപ്പൊ ഇവിടെ അവസാന പദം 300 മൈനസ് ആദ്യ പദം 144 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം, നമ്മളത് തിരുത്തി എഴുതി 3 +1. 300-ൽ നിന്ന് 144 പോയാൽ 156 വരും, ബൈ 3 +1. 156-നെ നമ്മൾ 3 കൊണ്ട് ഭാഗിച്ചു നോക്ക്. 3 കൊണ്ട് ഭാഗിച്ചാൽ 52 കിട്ടും. 52 കിട്ടുമ്പോൾ മിക്കവാറും എല്ലാവരും 52 അങ്ങ് എഴുതും. ഓപ്ഷനിൽ കാണും, ടിക്ക് ചെയ്യരുത്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു +1 കൂടെ ഉണ്ട്, കണ്ടോ? ഇതിനെ +1, 52 ഒന്നുകൂടെ ചേർത്ത് 53 നമ്മുടെ ഉത്തരം, ഓപ്ഷൻ എ. ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം കാണാൻ, നമ്പർ ഓഫ് ടേംസ് കാണാൻ, ഒരു അരിതമെറ്റിക് പ്രോഗ്രഷനിലെ നമ്പർ ഓഫ് ടേംസ് കാണാൻ അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1 മറക്കരുത്. അടുത്ത ചോദ്യം. ആവറേജ് മാർക്ക് ഓഫ് 10 students in a group is 25. If one more student is joined in this group, the average changes to 24. What is the mark of the new student? മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ശരാശരി മാർക്ക് 25. ഇനി ഒരു കുട്ടിയും കൂടി വരുമ്പോൾ ശരാശരി 24 ആവും.
അതായത് ഒരു കുട്ടിയുടെ വരുമ്പോൾ 11 പേരാവും, ശരാശരി 24 മാറും. എങ്കിൽ പുതുതായി വന്ന കുട്ടീൻ്റെ മാർക്ക് എത്ര എന്നതാണ് ചോദ്യം. 2 രീതിയിൽ ഞാൻ ചെയ്യാം. പ്രോപ്പറായിട്ടും ചെയ്യാം. ട്രിക്റ്റിൻ്റെ ആവറേജിൻ്റെ ക്ലാസ് ഫോളോ ചെയ്തവരാണെങ്കിൽ വേറൊരു വഴി കൂടെ ചെയ്യാൻ പറ്റും. രണ്ടും കാണിക്കും. ഇവിടെ എന്തോ പറയുന്നത്, 10 കുട്ടികളുടെ ശരാശരി മാർക്ക് 25, എണ്ണം 10, ശരാശരി 25. 10 പേരുടെ ശരാശരി 25 10 പേരുടെ മുഴുവൻ മാർക്ക് എന്ന് പറഞ്ഞാൽ 10 ഗുണം 25 250. കാര്യം മൊത്തം എന്ന് പറയുന്നത് സം എന്ന് പറയുന്നത് എണ്ണം ഗുണം ശരാശരി, നമ്പർ ഇൻറ്റു ആവറേജ്. എണ്ണം 10, ശരാശരി 25. അപ്പം ആകെ മൊത്തം മാർക്ക് എന്ന് പറഞ്ഞാൽ എണ്ണം ഗുണം 25 250. ഇനി പുതുതായി ഒരു കുട്ടി വന്നു, അപ്പൊ എണ്ണം 11 പേര്, ശരാശരി 24. പുതുതായി ഒരാൾ വന്നപ്പോൾ എണ്ണം 11, ശരാശരി 24. അപ്പൊ തുക എത്രന്ന് ചോദിച്ചാൽ 11 ഗുണം 24, 11 24 264 എന്ന് വന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ആദ്യ 10 പേരുടെ മാർക്ക് മൊത്തം 250. പുതുതായി ഒരുത്തനൂടെ വന്നപ്പോ 264. 10 പേരുടെ മൊത്തം 250. 11 പേരായപ്പോ 264 പുതുതായിട്ട് ഒരുത്തൻ വന്നപ്പോ. അപ്പൊ ആ പുതുതായി വന്നവൻ എത്രന്ന് ചോദിച്ചാൽ 264 250 പോയിട്ട് ബാക്കി 14 എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഞാൻ ആ കുറച്ചതിൻ്റെ ലോജിക്ക് ഒന്നുകൂടെ പറയാം. 10 പേരുടെ കയ്യിൽ 250 മാങ്ങ, ഒരുത്തനൂടെ വന്നപ്പോൾ 264 മാങ്ങയായി. 10 പേരുള്ളപ്പോൾ 250 ഉള്ളൂ, ഒരുത്തൻ വന്നപ്പോൾ 264. അപ്പൊ ആ വന്നവൻ എന്ത് ചെയ്തു? 14 മാങ്ങയും കൊണ്ടാ വന്നേ. 264 മൈനസ് 250. ഇനി ഇത് ചെയ്യാനായിട്ട് വേറൊരു വഴിയും കൂടെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഓർക്കുന്നവർ ജസ്റ്റ് ഒന്ന് ഓർക്കാനായിട്ട് ഞാൻ പറയാം. 10 പേരുടെ ശരാശരി 25, എണ്ണം 10, ശരാശരി 25. ഇനി ഒരാളൂടെ വരുമ്പോ 11 പേരാവും, ശരാശരി 24 ആവും. എണ്ണം 11, ശരാശരി 24. എണ്ണം ശരാശരി 10 പേര്, ശരാശരി 25. 11 പേര്, ശരാശരി 24. മക്കളെ 10 11 1 കൂടി +1. 25 24 1 കുറഞ്ഞു -1. 10 11 +1. 25 24 -1. ഇനി ഇവിടെ എഴുതിയേക്കുന്ന സംഖ്യയും ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 24 ഗുണം 1 24. ഇവിടെ എഴുതിയേക്കുന്ന സംഖ്യയും ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10 -1 മൾട്ടിപ്ലൈ ചെയ്ത -10. 24 നിന്ന് 10 പോയി 14 എന്ന് ഉത്തരം കിട്ടും. സെറ്റാണ് ഓപ്ഷൻ ബി. 10 11 1 കൂടി +1. 25 24 1 കുറഞ്ഞു -1. +1ഉം 24ഉം 24. -1ഉം 10ഉം -10. 24 -10 14. സെറ്റാണ്. മുമ്പോട്ട് പോകാം. ഈ മെത്തേഡ് അറിയാത്തവർക്ക് ആവറേജ് പാർട്ട് 5 ട്രിക്ക് ആണെന്ന് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്ക്. ആവറേജ് പാർട്ട് 5 എന്ന് ഇഷ്ടം പോലെ ഇതേ ടൈപ്പിൽ ചെയ്യാവുന്ന 5 മോഡൽ ചോദ്യങ്ങളുണ്ട്. ഇതേപോലെ ഈ സെയിം പാറ്റേൺ ചെയ്യാവുന്ന തീർച്ചയായും കാണുക, പ്രയോജനപ്പെടുത്തുക. അടുത്ത ചോദ്യം. എ മാൻ walks a distance of 600 meter long along a street in 5 minutes. Find his speed in km/h എന്നതാണ് ചോദ്യം. ഒരു മനുഷ്യൻ 600 മീറ്റർ ദൂരം 5 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ചു. 5 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ചു. km/h അവന്റെ വേഗത കാണുക എന്നതാണ് ചോദ്യം. മക്കളെ, ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. 5 മിനിറ്റ് കൊണ്ട് 600 മീറ്റർ പോയാൽ 5 മിനിറ്റ് കൊണ്ട് 600 മീറ്റർ പോയാൽ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാ. 60 മിനിറ്റിൽ എത്ര പോകും എന്ന് ക്രോസ് ചെയ്ത് നോക്കാം. അപ്പോൾ മീറ്ററിൽ എത്ര പോകുമെന്ന് കിട്ടും.
ദെൻ അതിനെ കിലോമീറ്ററിലേക്ക് മാറ്റിയ കിലോമീറ്റർ പെർ അവർ ആവും. അങ്ങനെയൊക്കെ ചിന്തിക്കാം. കുറച്ചുകൂടെ സിമ്പിളായിട്ട് ആ ഒരു കാര്യം പറയാം. നമുക്ക് കിലോമീറ്റർ പെർ അവറിൽ സ്പീഡ് വേണം. എന്താ? കിലോമീറ്റർ പെർ അവർ. നമുക്ക് സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടിയാൽ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ എളുപ്പമാണ്. എങ്ങനെ? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടിയാൽ, കാര്യം ഇവിടെ മീറ്റർ ആണ്, അതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടിയാൽ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ പോകും. 600 മീറ്റർ 5 മിനിറ്റ് കൊണ്ട് പോയി. ഈ മിനിറ്റിനെ ഞാൻ അങ്ങ് സെക്കൻഡ് ആക്കാം. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാ. അപ്പൊ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 × 60 300 സെക്കൻഡാ. ഇനി ഇതൊന്ന് വായിച്ചേ. 600 മീറ്റർ 300 സെക്കൻഡ് കൊണ്ട് പോകും. 600 മീറ്റർ 300 സെക്കൻഡ് കൊണ്ട് പോകും. അപ്പൊ ഇവിടുത്തെ സ്പീഡ് എത്രന്ന് ചോദിച്ചാൽ ദൂരം, ഡിസ്റ്റൻസ് ബൈ ടൈം. ദൂരമായ 600 ബൈ ടൈമായ 300. ഇത് മീറ്ററിലും ഇത് സെക്കൻഡിലും ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇത് പോയി 3 6 വെട്ടിയ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന് മനസ്സിലാവും. മക്കളെ, ഇവന്റെ സ്പീഡ് 2 മീറ്റർ പെർ സെക്കൻഡാ. നമുക്ക് കിലോമീറ്റർ പെർ അവറിലാ വേണ്ടിയത്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 മീറ്റർ പെർ സെക്കൻഡ്, അതിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. വെട്ടാനായിട്ടൊന്നുമില്ല. 18 2 36. 36നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 36നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത 7 5 35. ശിഷ്ടം 1 പോയിന്റ് 10 2. 7.2 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ഉത്തരം. ഒന്നുകൂടെ പറയുന്നു. ഒരു മനുഷ്യൻ 600 മീറ്റർ ദൂരം 5 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്നു. കിലോമീറ്റർ പെർ അവറിൽ അവന്റെ വേഗത കാണണം. ഒരെണ്ണം മീറ്ററും ഒരെണ്ണം മിനിറ്റുവാ. മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് കിലോമീറ്റർ പെർ അവറിലേക്ക് ഇയാളെ മാറ്റാൻ എളുപ്പമാ. അതുകൊണ്ട് നമ്മൾ മിനിറ്റിലുള്ള സമയം സെക്കൻഡിലേക്ക് മാറ്റുന്നു. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാ. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 × 60 300 സെക്കൻഡ്. ഇനി ഇതൊന്ന് വായിച്ചേ. 600 മീറ്റർ ദൂരം 300 സെക്കൻഡ് കൊണ്ട് ഇവൻ പോകുന്നു. അപ്പൊ ഇവിടുത്തെ സമയം കാണാൻ ഇവിടുത്തെ സ്പീഡ് കാണാൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് 600, ടൈം 300. മീറ്ററും സെക്കൻഡും ആയതുകൊണ്ട് ഇത് വെട്ടിക്കളയുമ്പോൾ 6നെ 3 കൊണ്ട് ഭാഗിച്ച് 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. നമുക്ക് കിലോമീറ്റർ പെർ അവറിലാ വേണ്ടിയത്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 18 2 36. 36നെ 5 കൊണ്ട് ഭാഗിച്ചു നോക്കാം. 7.2 കിലോമീറ്റർ പെർ അവർ ആണ് ഉത്തരം. മക്കളെ, ഇതിന്റെ കൂട്ടത്തിൽ ഒന്നും കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയട്ടെ. 5 18. 18/5 5 18. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണം. നിങ്ങൾ മനസ്സിലാലോചിക്കണം. മീറ്ററിനെ കിലോമീറ്റർ ആക്കണം.
മീറ്റർ എന്ന് പറയുന്നത് ചെറുത്, കിലോമീറ്റർ വലിയത്. ചെറുതിനെ വലുത് കൺസെപ്റ്റ് അതല്ല, എന്നാലും ജസ്റ്റ് ചിന്തിക്കാൻ വേണ്ടി പറയാം. ചെറുതിനെ വലുതാക്കണം, വലുതാക്കാൻ വലിയ നമ്പർ മുകളിൽ 18/5 കണ്ടോ. ഇനി കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. നമുക്കറിയാം 18 5 അത് ഏതൊക്കെ എവിടെ വരുമെന്നാണ് ഡൗട്ട്. കിലോമീറ്ററിനെ മീറ്റർ ആക്കണം. കിലോമീറ്റർ വലിയതാ, മീറ്റർ ചെറുതാ, വലുതിനെ ചെറുതാക്കണം. ചെറിയ നമ്പർ മുകളിൽ 5/18 കണ്ടോ. ഒന്നുകൂടെ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം, കിലോമീറ്ററിനെ മീറ്റർ ചെറുതാക്കണം, ചെറിയ നമ്പർ മുകളിൽ 5/18. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണം, മീറ്ററിനെ കിലോമീറ്റർ വലിയത്, വലിയ നമ്പർ മുകളിൽ 18/5. ഇങ്ങനെ കണക്ട് ചെയ്താൽ ജീവിതത്തിൽ മറന്നു പോകത്തില്ല എന്ന് കരുതുന്നു. അടുത്ത ചോദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, സീരീസ് കംപ്ലീഷന്റെ ചോദ്യമാണ്. 3, 6, 11, 18, 27 ഡാഷ്. ഇതാണ് ചോദ്യം. 3, 6, 11, 18, 27 ഡാഷ്. അടുത്ത ടേം ഏതാന്ന് വെച്ചാൽ നോക്കുക എന്നതാണ് ചോദ്യം. മക്കളെ 3 6 3 6 ആവുക എന്ന് പറഞ്ഞാൽ 3 കൂടി. 6 11 5 കൂടി. 11 18 7 കൂടി. 18 27 9 കൂടി. മിക്കവാറും സീരീസ് കംപ്ലീഷനിൽ ഫോളോ ചെയ്യുന്ന സിമ്പിൾ ക്വസ്റ്റ്യനുകളിൽ എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്, ഡിഫറൻസ് വെച്ച് ചെയ്യുക. 3 6 3 കൂടി. 6 11 5 കൂടി. 11 18 7 കൂടി. 18 27 9 കൂടി. അപ്പോ അടുത്ത 27ന്റെ കൂടെ 11 കൂടി. നമ്മുടെ ഉത്തരം 38 ആണ്. 38 ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. 3 5 7 9 സ്വാഭാവികമായിട്ടും അടുത്ത 11. ഓക്കെ, അടുത്ത ചോദ്യം. ഇഫ് 2 + 3 = 8, 4 + 5 = 24, 1 + 8 = 9, വാട്ട് ഈസ് 3 + 6? കോഡിങ്ങിന്റെ വേറൊരു തലത്തിലുള്ള ചോദ്യം. അതായത് 2 + 3 നമ്മളോട് പറയുന്നു 8, 4 + 5 നമ്മളോട് പറയുന്നു 24. ഇനി 1 + 8 നമ്മളോട് പറയുന്നു 9. എങ്കിൽ 3 + 6ന്റെ വില എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, ഇവരെല്ലാം ഈ 3 ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേണുമായി ബന്ധപ്പെടുത്തി ആ സെയിം പാറ്റേണിൽ 3 + 6നെ എഴുതുക എന്നതാണ് ചോദ്യം. എങ്ങനെ നമുക്ക് ഒരു കോമൺ പാറ്റേൺ ഉണ്ടാക്കാം? അത് മാക്സിമം ചെയ്ത് പഠിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. കാര്യം എങ്ങനെ വേണേലും വരാം. എന്തായാലും 24 വന്ന സ്ഥിതിക്ക് എന്തായാലും ഒരു ഗുണനം ഉണ്ട് എന്ന് ഉറപ്പാണ്. കാര്യം ജസ്റ്റ് ആഡ് ചെയ്യാനായിരുന്നെങ്കിൽ ചിലർ ചിന്തിക്കും 2 + 3 5, 5ഉം ഈ 3 കൂടെ കൂട്ടി 8, 4ഉം 5ഉം 2 പ്രാവശ്യം കൂട്ടി എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഇത് 9, 9 5 എന്തായാലും ഈ 14 24 അങ്ങനെയൊക്കെ ചിന്തിക്കാം. പിന്നെ എങ്ങനെ നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം. 2 × 3 2 × 3 6. എന്നിട്ട് ഈ ആദ്യത്തെ സംഖ്യയായ 2ഉം കൂടെ കൂട്ടിയാൽ 8 വരും. ഞാൻ ചെയ്ത റിലേഷൻ, സംഖ്യകളെ ഗുണിച്ചു, എന്നിട്ട് ആദ്യത്തെ സംഖ്യ ഒന്ന് കൂട്ടി വെച്ചു. ഇവിടെ 4 × 5 20, എന്നിട്ട് ആദ്യത്തെ സംഖ്യ കൂട്ടിയപ്പോൾ 24. 1 × 8 ഗുണനം എപ്പോഴും ഒന്നുകൊണ്ട് ആ സംഖ്യ തന്നെ, എന്നിട്ട് ആദ്യത്തെ സംഖ്യ കൂട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു റിലേഷൻ കിട്ടി. 3 × 6 18, എന്നിട്ട് ആദ്യത്തെ സംഖ്യ ആയ 3 കൂട്ടി 21. എവിടെ 21? ഓപ്ഷൻ ബി. ഒന്നും കൂടെ റിലേഷൻ പറയുന്നു. 2ഉം 3ഉം 6, എന്നിട്ട് ആദ്യത്തെ സംഖ്യ 1 കൂട്ടി വെച്ചു. 6ഉം 2ഉം 8. 4ഉം 5ഉം 20, ആദ്യത്തെ സംഖ്യ ആയ 4 കൂട്ടി 24. 1ഉം 8ഉം 8, എന്നിട്ട് ആദ്യത്തെ സംഖ്യ ആയ 1 കൂട്ടി 9. 3ഉം 6ഉം 18, എന്നിട്ട് ആദ്യത്തെ സംഖ്യ ആയ 3 കൂട്ടി 21. തമ്മിൽ ഗുണിച്ചു, ആദ്യത്തെ സംഖ്യ കൂട്ടി. ഓപ്ഷൻ ബി. അടുത്ത് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ആണ്. അതായത് കൂട്ടത്തിൽ പെടാത്ത ആളെ കണ്ടെത്തുക. ഇത് അത്യാവശ്യം സിമ്പിളായ ചോദ്യം. 13, 17, 23, 27.
മക്കളെ, ഈ 13 എന്ന് പറയുന്നത് പ്രൈം നമ്പറാ, അഭാജ്യ സംഖ്യ, മറ്റു ഘടകങ്ങളില്ല. 17 എന്ന് പറയുന്നതും പ്രൈം നമ്പറാ, അഭാജ്യ സംഖ്യ, മറ്റു ഘടകങ്ങളില്ല. 27 എന്ന് പറയുന്നതും പ്രൈം നമ്പറാ, അഭാജ്യ സംഖ്യ, മറ്റു ഘടകങ്ങളില്ല. 27 എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല, കോമ്പോസിറ്റ് നമ്പർ ആണ്, അഭാജ്യ സംഖ്യയല്ല, മറ്റു ഘടകങ്ങളുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, 27-ന് 3 ഒരു ഘടകവാ, 9 ഒരു ഘടകവാ, അപ്പൊ മറ്റു ഘടകങ്ങളുണ്ട്. അപ്പൊ ഈ കൂട്ടത്തിൽ പെടാത്തത് 27 ഓപ്ഷൻ ഡി. മക്കളെ, ഒറ്റയാനെ കണ്ടെത്താൻ പറഞ്ഞാൽ 3 പേർക്കും പൊതുവായ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഇല്ലാത്ത 4-മത്തവൻ. ഇവിടെ 3 പേരും പ്രൈമാണ്, പ്രൈം അല്ലാത്ത 4-മത്തവൻ 27. മക്കളെ, പ്രൈം നമ്പറുകൾക്ക്, അഭാജ്യ സംഖ്യകൾക്ക് ഒന്നും ആ സംഖ്യയുമേ ഘടകമായി വരും. പ്രൈം നമ്പറിനെ കുറിച്ച് അറിയാത്തവർ ജസ്റ്റ് പ്രൈം നമ്പർ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക, കാണാൻ പറ്റും ഇഷ്ടം പോലെ ക്ലാസ്സുകൾ. അത് നിർബന്ധമായും നിങ്ങൾ പഠിക്കണം, പ്രൈം നമ്പർ എന്താണെന്നും അറ്റ്ലീസ്റ്റ് 100 വരെയുള്ള പ്രൈം നമ്പറുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും. അടുത്ത ചോദ്യം ഇതാ, എർത്ത് ഈസ് ടു FBSUI, ഫ്രൂട്ട് ഈസ് ടു ഡാഷ് എന്നാണ് ചോദ്യം. മക്കളെ, അനലോഗിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അനലോഗി, സമാന ബന്ധങ്ങൾ. അതായത് ഇവർ തമ്മിൽ ഒരു ബന്ധം കാണും, ആ ബന്ധം നോക്കി ഇത് ഫില്ല് ചെയ്യാനാ പറയുന്നത്. മക്കളെ, അവരെ എങ്ങനെ എഴുതിയേക്കുന്നത്? എർത്ത്, EARTH, എർത്തിനെ എങ്ങനെ എഴുതി? FBSUI. അങ്ങനെയാണ് ഫ്രൂട്ട്, FRUIT, ഫ്രൂട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? വളരെ സിമ്പിൾ. EFI ഒന്നുകൂടി, AB ഒന്നുകൂടി, RS ഒന്നുകൂടി, TU ഒന്നുകൂടി, HI ഒന്നുകൂടി, എല്ലാം ഒന്നുകൂടി. EF, AB, RS, TU, HI. അങ്ങനെയാണ് ഇവിടെ എല്ലാവരുടെയും കൂടെ ഒന്നുകൂടും. എഫിന്റെ കൂടെ ഒന്നുകൂടിയ G, ആറിന്റെ കൂടെ ഒന്നുകൂടിയാൽ S, യുവിന്റെ കൂടെ ഒന്നുകൂടിയ V, ഐയുടെ കൂടെ ഒന്നുകൂടിയ J, ടിയുടെ കൂടെ OPQRSTU, U ഒന്നുകൂടി. GSVJU ആണ് ഉത്തരം. GSVJU ഓപ്ഷനിൽ ഉണ്ടോന്ന് കറക്റ്റായി നോക്കി ടിക്ക് ചെയ്യുക. ഓപ്ഷൻ C ഈസ് അവർ ആൻസർ, GSVJU. അടുത്ത ചോദ്യം, A ഈസ് B's സിസ്റ്റർ, C ഈസ് B's ഫാദർ, D ഈസ് C's മദർ, then how is A related to D? മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് ചെയ്തു പോവാം. മലയാളം പറഞ്ഞു, ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. A ഈസ് B's സിസ്റ്റർ, ബിയുടെ സഹോദരിയാണ് A, ബിയുടെ സഹോദരി. അപ്പൊ സഹോദരിയാണ്, പെൺകുട്ടി ആയതുകൊണ്ട് നമ്മൾ അവിടെ മൈനസ് എന്ന് കൊടുത്തു. പൊതുവെ ആൺകുട്ടികളെ ബ്ലഡ് റിലേഷൻ എഴുതുമ്പോൾ പ്ലസ് എന്നും പെൺകുട്ടികളെ മൈനസ് എന്നും കൊടുത്താ ചെയ്യുന്നത്. അപ്പൊ തിരിച്ചു കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ചില ആളുകൾ പെൺകുട്ടികൾക്ക് സർക്കിളും മറ്റേ ആൺകുട്ടികൾക്ക് റെക്റ്റാങ്കിളും കൊടുത്ത്, സ്ക്വയറും റെക്റ്റാങ്കിളും കൊടുത്താൽ പിന്നെ പൊതുവെ ഞാനിത് പ്ലസും മൈനസും ഇട്ടാ ചെയ്യുന്നത്. കാര്യം ചില ക്വസ്റ്റ്യൻ്റെ അകത്ത് ആളുകളുടെ ജെൻഡർ പെട്ടെന്ന് കിട്ടണമെന്നില്ല. അപ്പൊ ഏത് വരയ്ക്കോ എന്നൊരു ഡൗട്ട് വരും, സർക്കിൾ വരയ്ക്കോ സ്ക്വയർ വരയ്ക്കോ. അപ്പൊ ഇത് പ്ലസും മൈനസും ഇട്ട് പോയാൽ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ ഒന്നുകൂടെ പറയുന്നു, A ഈസ് B's സിസ്റ്റർ, ബിയുടെ സഹോദരിയാണ് A. സഹോദരിയ, പെണ്ണ, അതുകൊണ്ട് അവിടെ മൈനസ് എന്ന് കൊടുത്തു. C ഈസ് B's ഫാദർ, ബിയുടെ അച്ഛനാണ് C അച്ഛനാണ് C, അതുകൊണ്ട് ആണ്. ഇവിടെ ഒരു ആപ്പ് എന്തൊക്കെ മനസ്സിലായി? C എന്ന് പറയുന്ന ഒരു അച്ഛന് ഒരു മോനോ മോളോ ഉണ്ട്, ബിയുടെ ജെൻഡർ നമുക്കറിയില്ല. അവർക്ക് ഒരു സഹോദരി ഉണ്ട്. അപ്പൊ ഈ അച്ഛന് 2 പിള്ളേരുണ്ട്, ഒരാൾ പെൺകുട്ടിയാ, ഇവൻ ആണാണോ പെണ്ണാണെന്ന് നമുക്ക് ഇതുവരെ അറിയില്ല. D ഈസ് C's മദർ, സിയുടെ അമ്മയാണ് D. അപ്പൊ സിയുടെ അമ്മയാണ് D. കയറി അങ്ങ് പോവാ. D എന്ന് പറയുന്നത് അമ്മ. അപ്പൊ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? D എന്ന് പറയുന്ന ഒരു മുത്തശ്ശി, ആ മുത്തശ്ശിക്ക് ഒരു മോനുണ്ട് C, ആ മോന് 2 പിള്ളേരുണ്ട് ബിയും എയും. ആ പിള്ളേരിൽ ഒരുത്തനാണാണോ പെണ്ണാണോ എന്നറിയില്ല, പക്ഷെ A എന്ന് പറയുന്ന പെൺകുട്ടിയാണ്, സെറ്റാണ്.
ഇനി എയെ സംബന്ധിച്ച് ഇത് സഹോദരനോ സഹോദരിയോ, എയെ സംബന്ധിച്ച് സി അച്ഛൻ, എയെ സംബന്ധിച്ച് അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മുത്തശ്ശി. ഓക്കെ, ഇനി എന്തോ പറയുന്നത്? ദെൻ ഹൗ ഈസ് എ റിലേറ്റഡ് ടു ഡി? എ റിലേറ്റഡ് ടു ഡി എന്ന് പറഞ്ഞാൽ ഡിയുടെ ആരാണ് എ? ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഹൗ ഈസ് രാജു റിലേറ്റഡ് ടു രാധ? 2 കഴിഞ്ഞ് വരുന്ന രാധ, രാധയുടെ ആരാണ് രാജു? ഇങ്ങനെയായിരിക്കും റിലേഷൻ എടുക്കുക. ഹൗ ഈസ് എക്സ് റിലേറ്റഡ് ടു വൈ? വൈയുടെ ആരാണ് എക്സ്? ഹൗ ഈസ് ജെ റിലേറ്റഡ് ടു എ? എന്റെ ആരാണ് ജെ? ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി? ബിയുടെ ആരാണ് എ? അതേപോലെ ഹൗ ഈസ് എ റിലേറ്റഡ് ടു ഡി? ഡിയുടെ ആരാണ്? ഡിയുടെ മകന്റെ മകളാണ്, ഗ്രാൻഡ് ഡോട്ടർ, ചെറുമകളാണ്. ഓപ്ഷൻ ബി. ഒരു വട്ടം കൂടെ പെട്ടെന്ന് പിടിക്കും. ഓക്കെ ആണോ? എ ഈസ് ബി സിസ്റ്റർ. ബി എന്ന് പറയുന്ന ഒരാള്, ആ ആളുടെ സഹോദരി, പെൺകുട്ടി എ. ബി ആണോ സഹോദരനോ സഹോദരിയോ നമുക്കറിയില്ല. ബിയുടെ സഹോദരി എന്തായാലും എ. ഇവനാണാണോ പെണ്ണാണോ അറിയില്ല. സി ഈസ് ബീസ് ഫാദർ. ബിയുടെ ഫാദർ ആണ് സി, ആണ് പ്ലസ്. ഡി ഈസ് സീസ് മദർ. സിയുടെ അമ്മയാണ് ഡി, അമ്മ പെൺകുട്ടി ഡി. ഇനി എന്തോ ചോദിച്ചേക്കുന്നത്? ഹൗ ഈസ് എ റിലേറ്റഡ് ടു ഡി? 2 കഴിഞ്ഞ് ഡി ആ. ഡിയുടെ ആരാണ് എ? ഡിയുടെ ആരാണ്? ഡിയുടെ ആരാ? ഡിയുടെ മകന്റെ മകൾ, ഗ്രാൻഡ് ഡോട്ടർ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. അഖിൽ വാക്സ് 25 kilometer towards east and turns to right hand side and takes a drive of 8 kilometer. He then വായിക്കാനാണ് ഒത്തിരി ഉണ്ട്, വാട്ടോ നമുക്കിത് ചെയ്ത് അങ്ങ് പോവാം. വരച്ചു പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ശ്രദ്ധിക്കുക. ഇത്തരം ഡയറക്ഷന്റെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 ഡയറക്ഷൻ കൃത്യമായി അറിയണം. 4 ഡയറക്ഷൻ. മക്കളെ, മേളിലോട്ട് വരയ്ക്കുന്നത് വടക്ക്, താഴോട്ട് വരയ്ക്കുന്നത് തെക്ക്, വലത്തോട്ട് വരയ്ക്കുന്നത് കിഴക്ക്, ഇടത്തോട്ട് വരയ്ക്കുന്നത് പടിഞ്ഞാറ്. വടക്കിൻ്റെ മലയാളം നോർത്ത്, നോർത്തേൺ സ്റ്റേറ്റുകൾ അല്ലെ വടക്കൻ ജില്ലകൾ മേളിൽ നോർത്ത്, തെക്കൻ ജില്ലകൾ താഴെ സൗത്ത്, സതേൺ സൗത്ത്, നമ്മളൊക്കെ സതേൺ അല്ലേ താഴെ. കിഴക്ക് ഈസ്റ്റ്, കഴിക്കുന്ന ഭാഗം കിഴക്കെന്ന് ഓർത്താൽ മതി. കഴിക്കുന്നത് വലതേ സൈഡിൽ, വലതേ കൈ വെച്ച് ഈസ്റ്റ് അല്ല ഈറ്റ്, ഈസ്റ്റ്. വെസ്റ്റ് പടിഞ്ഞാറ്, ഇടതേ സൈഡിൽ. ഓക്കെ ആണോ? അപ്പൊ ഈ 4 ഡയറക്ഷൻ ഓക്കെയാണ്. വടക്കോട്ട് പോകാൻ പറഞ്ഞാൽ മേപ്പോട്ട് വരയ്ക്കുക, തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ താഴോട്ട് വരയ്ക്കുക, വലത്തോട്ട് പോകാൻ കിഴക്കോട്ട് പോകാൻ പറഞ്ഞാൽ വലത്തോട്ട്, പടിഞ്ഞാറോട്ട് പോകാൻ പറഞ്ഞാൽ ഇടത്തോട്ട്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇനി നിങ്ങളോട് എപ്പോഴെങ്കിലും റൈറ്റോ ലെഫ്റ്റോ എടുക്കാൻ പറഞ്ഞാൽ മിക്കവാറും കുഞ്ഞുങ്ങൾ എടുക്കാം. അവർ ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ എവിടെയാണ് അവരുടെ വലതും ഇടതും ഒന്ന് നോക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് തിരിയുന്നത് പോലെ, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് തിരിയുന്നതിൻ്റെ ഓപ്പോസിറ്റ്, വലതെന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇടതെന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, റൈറ്റ് ക്ലോക്ക് തിരിയുന്നത് പോലെ, ലെഫ്റ്റ് ക്ലോക്ക് തിരിയുന്നതിൻ്റെ ഓപ്പോസിറ്റ്. ഇനി ബാ, അഖിൽ ഈസ്റ്റിലോട്ട് 25 കിലോമീറ്റർ പോയി. അഖിൽ യാത്ര തുടങ്ങിയ സ്ഥലം ഇതാണെന്നിരിക്കട്ടെ. 25 കിലോമീറ്റർ ഈസ്റ്റിലോട്ട് പോയി, കിഴക്കോട്ട് വലത്തോട്ട് 25. ഇനി റൈറ്റിലോട്ട് തിരിഞ്ഞ് 8 കിലോമീറ്റർ. ഇനി റൈറ്റ് എടുക്കാൻ എന്തേലും ഡൗട്ട് ഉണ്ട്, ഇതൊരു സൂചിയായിട്ട് കൺസിഡർ ചെയ്യുക. വേണ്ട, ഇതൊരു സൂചിയായിട്ട് കൺസിഡർ ചെയ്യുക. ക്ലോക്ക് തിരിയുന്ന എങ്ങനെ? താഴോട്ട്, 3 താഴോട്ട്. 8 കണ്ടോ? താഴോട്ട് 8. വരയ്ക്കുമ്പോൾ ഒരു ഇച്ചിരി ഐഡിയ ഉപയോഗിക്കണം. കാര്യം 25 ഇത്ര, അപ്പൊ അതിനേക്കാളും വലിയ 8 വരയ്ക്കരുത്. ഇനി വീണ്ടും റൈറ്റ് തിരിഞ്ഞ് 10 കിലോമീറ്റർ. റൈറ്റ് ക്ലോക്ക് തിരിയുന്നത് പോലെ. ഇതിപ്പോ ഒരു സൂചിയാണെന്ന് കൺസിഡർ ചെയ്യുക. ഈ സൂചി ഇപ്പൊ 6-ലിരിക്കുക. ക്ലോക്ക് തിരിയുന്ന പോലെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ. അപ്പൊ ഇങ്ങോട്ട്
10 കിലോമീറ്റർ. ഇവിടെ നിന്ന് ഇവിടെ ഞാൻ നിർത്തേണ്ട കാര്യം, ഇവിടെ മുതൽ ഇവിടെ വരെ 25. 10 എന്ന് പറയുമ്പോൾ ഇതിന്റെ പകുതി പോലും ആയിട്ടില്ല. ഓക്കെ. Again he turns to left and walks 6 കിലോമീറ്റർ. അവൻ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ പോയി. ലെഫ്റ്റ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓർക്കണം ക്ലോക്ക് തിരിയുന്നതിന്റെ ഓപ്പോസിറ്റ്. ഇതിപ്പോ ഒരു സൂചിയാണെന്നിരിക്കട്ടെ, ഇതിപ്പോ 9-ലിരിക്കുന്ന ഒരു സൂചി. ക്ലോക്ക് തിരിയുന്നത് ഇങ്ങനെയാ, ഇങ്ങനെ 10, 11, 12. അപ്പൊ താഴോട്ട് ആന്റി ക്ലോക്ക് തിരിയുന്നതിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ. അപ്പൊ താഴോട്ട് 6 കിലോമീറ്റർ, താഴോട്ട് 6 കിലോമീറ്റർ. ഇനി എന്താ പറയുന്നത്? ആഫ്റ്റർ ദാറ്റ് ഹി ടേൺസ് ടു ഹിസ് റൈറ്റ് ആൻഡ് ട്രാവൽസ് 15 കിലോമീറ്റർ. വീണ്ടും റൈറ്റ് തിരിഞ്ഞ് 15 കിലോമീറ്റർ പോയേ. ഇതിപ്പോൾ ഒരു സൂചി, 6-ലിരിക്കുന്ന ഒരു സൂചി വലത് തിരിയാന്ന് പറഞ്ഞ ക്ലോക്ക് തിരിയുന്ന പോലെ 7, 8, 9, 10 ഇങ്ങനെ ഇങ്ങോട്ട് 15. 15 എന്ന് പറയുമ്പോൾ ഈ ഒരു പൊസിഷന്റെ നേരെ വരും. എന്തുകൊണ്ടാ 15 നേരെ വന്നേന്ന് ചോദിച്ചാ, ഇവിടെ നിന്ന് ഇവിടെ വരെ 25, ഇവിടെ വരെ ആയപ്പോ തന്നെ അവൻ 10 വന്നു, പിന്നെ ഒരു 15 എന്ന് പറയുമ്പോൾ മൊത്തം 10, 15, 25 വന്നിട്ടുണ്ട്. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? ഹൗ ഫാർ ഈസ് ഹി ഫ്രം ഹിസ് ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് വിച്ച് ഇൻ വിച്ച് ഡയറക്ഷൻ? അവൻ യാത്ര തുടങ്ങിയിടത്ത് നിന്ന് എത്രമാത്രം ദൂരെയാണ്? അവൻ മോനെ യാത്ര തുടങ്ങിയത് ഇവിടെയാ. ആ യാത്ര തുടങ്ങിയിടത്ത് നിന്ന് അവൻ എത്രത്തോളം ദൂരമാ? അതേണ്ട ഇത്രത്തോളം ദൂരമാണ്. നമുക്കറിയാം ഇവിടെ മുതൽ ഇവിടെ വരെ 8 അപ്പൊ ഇവിടെ വരെ നമുക്ക് മനസ്സിലായി 8. ഇവിടെ മുതൽ ഇവിടെ വരെ 6, അപ്പൊ ഇത് 6. അപ്പൊ 8, 6, 14 കിലോമീറ്റർ ഇവൻ ദൂരെയാണ്. 16 കിലോമീറ്റർ. ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അവൻ ഒരു കാര്യം കൂടെ ചോദിച്ചു, ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ? അവൻ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഏത് ഡയറക്ഷനിലാണ്? ഇനി യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഡയറക്ഷൻ എടുക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടേ? ഓക്കെ, നിങ്ങൾ ഇവിടെ നിന്നൊരു വര അങ്ങ് വരയ്ക്കുക. മക്കൾ അതേണ്ട ഒരു വര അങ്ങ് വരയ്ക്കുക. അതേണ്ട ഇതാണ് യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നുള്ള ഡയറക്ഷൻ. നോക്കിക്കോണേ, ഇത് യാത്ര തുടങ്ങിയ സ്ഥലത്തിന്റെ നോർത്ത്, ഇത് യാത്ര തുടങ്ങിയ സ്ഥലത്തിന്റെ സൗത്ത്, ഇത് യാത്ര തുടങ്ങിയ സ്ഥലത്തിന്റെ ഈസ്റ്റ്, ഇത് യാത്ര തുടങ്ങിയ സ്ഥലത്തിന്റെ വെസ്റ്റ്. അവൻ യാത്ര തുടങ്ങിയ സ്ഥലവുമായി നോക്കുമ്പോൾ അവൻ ഇപ്പോൾ നിൽക്കുന്നത് സൗത്തിലാണ്. 14 കിലോമീറ്റർ സൗത്തിലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഞാൻ ഒരു വട്ടം കൂടെ വരയ്ക്കും, നിങ്ങളും ഒരു റഫ് പേപ്പർ എടുത്ത് പെട്ടെന്ന് പിടിക്കും, വേഗമാക്കും. അഖിലെന്ന് പറയുന്ന ആൾ യാത്ര തുടങ്ങുന്നത് ഇവിടെ നിന്നാണെന്നിരിക്കട്ടെ. അവൻ ഒരു 25 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് പോകുന്നു. വലത് തിരിഞ്ഞ് 8 കിലോമീറ്റർ. ഇതൊരു ക്ലോക്കാണ്, ക്ലോക്ക് തിരിയുന്നത് ഇങ്ങനെ. വലത് തിരിഞ്ഞ് 8 കിലോമീറ്റർ. ഇനിയും വീണ്ടും വലത് തിരിഞ്ഞ് 10 കിലോമീറ്റർ. ഇതൊരു സൂചിയാണ്, ക്ലോക്ക് തിരിയുന്നത് ഇങ്ങനെ. അപ്പൊ വലത് 10 കിലോമീറ്റർ. 10, 25ന്റെ അത്രയൊന്നുമില്ല, 10 പകുതി പോലും ഇല്ല. ഇനി എന്ത് ചെയ്തു? ഇടത് തിരിഞ്ഞ് 6. ഇതൊരു സൂചിയാണ്, ഇത് 9-ലായിരിക്കുന്നത്. 10, 11. ഇടതെന്ന് പറയുമ്പോൾ ക്ലോക്ക് തിരിയുന്നതിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ പോവും, ഇങ്ങനെ 6. ഇനി എന്താ പറയുന്നേ? വീണ്ടും വലത് തിരിഞ്ഞ് 15. ഇതൊരു സൂചിയാണ്, ക്ലോക്ക് തിരിയുന്നത് ഇങ്ങനെ. അപ്പൊ വലത് തിരിഞ്ഞ് 15. മക്കളെ വലത് തിരിഞ്ഞ് 15 വേണ്ടി ഇവിടെ വരും. ഇത് രണ്ടും ഒരേ നിരയിലാ, ഒരേ നിരയിൽ. എന്തുകൊണ്ടാ? അവിടെ നിന്ന് ഇവിടെ വരെ 10, ഇവിടെ വരെ 15. അപ്പൊ തന്നെ അങ്ങോട്ട് പോയി 25 കവറായി. അവൻ യാത്ര തുടങ്ങിയിടത്ത് നിന്ന് എത്ര ദൂരം, ഏത് ഡയറക്ഷൻ? അവൻ യാത്ര തുടങ്ങിയത് ഇവിടെ നിന്ന്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വേണ്ടി ഈ ദൂരമാണ് അറിയണ്ടേ. ഇവിടം തൊട്ട് ഇവിടെ വരെ 8, ഇവിടം തൊട്ട് ഇവിടെ വരെ 6. 8, 6, 14 കിലോമീറ്റർ. ഇനി അവൻ യാത്ര തുടങ്ങിയിടത്ത് നിന്ന് നോക്കുമ്പോൾ ഡയറക്ഷൻ. മക്കളെ എവിടെ നിന്നാണോ ഡയറക്ഷൻ അറിയണ്ടേ? എന്തേലും ഡൗട്ട് വന്ന ഒരു ഡയറക്ഷന്റെ ഒരു കമ്പ് അവിടെ നിന്ന് അങ്ങ് വരച്ചാൽ മതി. എവിടെ നിന്നാ ഡയറക്ഷൻ അറിയണ്ടേ? ഫ്രം ഹിസ് ഇനിഷ്യൽ പൊസിഷൻ, യാത്ര തുടങ്ങിയിടത്തു നിന്ന്. അവൻ യാത്ര തുടങ്ങിയിടത്ത് നിന്ന് നോക്കുമ്പോ ഇത് അവന്റെ നോർത്ത്,
ഇതവന്റെ സൗത്ത്, ഇതവന്റെ ഈസ്റ്റ്, ഇതവന്റെ വെസ്റ്റ്. അവന്റെ യാത്ര തുടങ്ങിയെടുത്ത് നോക്കുമ്പോൾ അവൻ ഇവിടെ എന്ന് പറഞ്ഞാൽ സൗത്ത്. 14 കിലോമീറ്റർ സൗത്ത്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. സെറ്റ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഹവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് അറ്റ് 12:10? 12:10 മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര എന്നതാണ് ചോദ്യം. ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ചില ആളുകൾ 30h - 11m/2 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കും. ഇനി 12 മണിക്കും 1 മണിക്കും ഇടയിലാണ് 11m/2 എന്ന് പറയുന്ന ഇക്വേഷൻ മാത്രം ഉപയോഗിച്ചാലും മതി. അത് പക്ഷേ സ്പെഷ്യൽ കേസ്, 12നും 1നും ഇടയിൽ. ഇനി നമ്മുടെ മെത്തേഡിൽ നമ്മൾ 2 സൂചികൾക്കിടയിലുള്ള കോണ് കാണാൻ, ക്ലോക്കിന്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് കാണാൻ 12:10 സൂചി എവിടാന്ന് ആലോചിക്കുക. ഒരു സൂചി 12ലും അടുത്ത സൂചി 2ലും. ഒന്ന് കണ്ണടച്ച് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും 12:10. ഒരു സൂചി 12ലും ഒരു സൂചി 2ലും. 12 - 2 +10 എന്ന് വന്നു. കാര്യം 12ൽ നിന്ന് 2 പോയാൽ 10 +10. ഈ പ്ലസ് അവിടെ മാറ്റിയിട്ടു. 10 × 30 300. പ്ലസ് വന്നത് കൊണ്ട് ചോദ്യത്തിൽ പറയുന്ന മിനിറ്റിന്റെ പകുതി കൂട്ടുക. 10 മിനിറ്റിന്റെ പകുതി 5. അങ്ങനെ 305 എന്ന് കിട്ടും. ഞാൻ ഒന്നുകൂടെ പറയുന്നു, 12:10 സൂചി എവിടാന്ന് ആലോചിക്കുക. ഒരു സൂചി 12ല്, അടുത്ത സൂചി മക്കളെ 2ല്. 12 - 2 +10. ഈ പ്ലസ് അവിടെ മാറ്റിയിടുക. ഇവിടെ എന്ത് സംഖ്യ വരുന്നോ അവരെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 30 300. പരിപാടി കഴിഞ്ഞു. പ്ലസ് ആയതുകൊണ്ട് മിനിറ്റിന്റെ പകുതി കൂട്ടുക. ചോദ്യത്തിൽ പറയുന്ന മിനിറ്റ് 10. 10ന്റെ പകുതി 5 കൂട്ടുക. മൈനസ് ആണെ കുറച്ചേനെ 305 എന്ന് വരും. ഒന്നൂടെ 12:10 സൂചി എവിടാ? ഒരു സൂചി 12ൽ, അടുത്ത സൂചി 2ൽ. കണ്ണടച്ച് ആലോചിച്ചാൽ കിട്ടും 12ന്റെ 2. 12 - 2 10. വെറും പ്ലസ് അല്ല, വെറും 10 അല്ല, +10. മൈനസ് ആയിരുന്നു, മൈനസ് എഴുതി കുറച്ചാണ്. ഈ കിട്ടിയ സംഖ്യ എപ്പോഴും 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 30 300. ഇവിടെ പ്ലസ് വന്നത് കൊണ്ട് മിനിറ്റിന്റെ പകുതി കൂട്ടുക. 10 മിനിറ്റ്. 2 എടുക്കരുത്, 2 സൂചിയ. 10 മിനിറ്റ്. 10ന്റെ പകുതി 5. അത് കൂട്ടുമ്പോൾ നമുക്ക് 305 എന്ന് കിട്ടും. മക്കളെ, നോർമൽ കേസിൽ 305 കോണളവ്. നമ്മളെ കോണളവ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് 180 കൂടുതലാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എങ്കിൽ. എല്ലായ്പ്പോഴും അല്ല, 180 കൂടുതലാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എങ്കിൽ അതെപ്പോഴും വലിയ കോണാണ്. അത് ഓപ്ഷനിൽ കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് 360 നിന്ന് കുറയ്ക്കണം. 360 നിന്ന് 305 കിഴിച്ച് 55 ഡിഗ്രി എന്ന് നമുക്ക് പറയാം. ഒന്നുകൂടെ, 180 കൂടുതലാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എങ്കിൽ, എല്ലായിടത്തും അല്ല, എല്ലാ കേസിലും ഇത് ചെയ്യരുത്. 180 കൂടുതലാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എങ്കിൽ നമുക്ക് കിട്ടിയത് തെറ്റല്ല, ആ കിട്ടിയത് ചെറിയ കോണാണ്. നമ്മൾ അത് മിക്കവാറും ഓപ്ഷൻ്റെ അകത്ത് കാണത്തില്ല. കണ്ടോ, 305 ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ കിട്ടിയത് വലിയ കോണാണ്. ആ കിട്ടിയത് വലിയ കോണാ. നമുക്ക് മിക്കവാറും വേണ്ടിയത് ചെറിയ കോണാ. സോ 360 നിന്ന് 305 കിഴിച്ച് നമ്മുടെ ഉത്തരം 55 ഡിഗ്രി. ഞാൻ ഒന്നുകൂടെ പറയുന്നു, 180 കൂടുതൽ കിട്ടിയ മാത്രം 360 നിന്ന് 305 കിഴിച്ച് 55. 180 കൂടുതൽ കിട്ടിയാൽ ഓർത്തോളുക, അത് വലിയ കോണാണ്. മിക്കവാറും ഓപ്ഷനിൽ ചെറിയ കോണായിരിക്കും. അതുകൊണ്ട് 360 നിന്ന് കുറയ്ക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് 30h - 11m/2 എന്ന് പറയുന്ന ഇക്വേഷനൊക്കെ ഉപയോഗിക്കാം. പിന്നെ ചിലപ്പോൾ പോയിന്റ് വന്നാലൊക്കെ ടൈറ്റ് ആവും. പിന്നെ ഇത്തരത്തിലുള്ള എല്ലാ വെറൈറ്റീസും, ക്ലോക്കിന്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലുള്ള കോണളവ് കാണാനുള്ള എല്ലാ മോഡൽ ചോദ്യങ്ങളും നമ്മുടെ ക്ലോക്ക് 3 കിടപ്പുണ്ട്.
പഠിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എന്തുകൊണ്ടാണ് 30 മൾട്ടിപ്ലൈ ചെയ്ത്, എന്തുകൊണ്ടാണ് കൂട്ടിയത്, എന്തുകൊണ്ടാണ് കുറച്ചത്. കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതോടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. പറ്റുന്നവർ ക്ലോക്ക് 3 ഒന്ന് കാണുക, ഉറപ്പായിട്ടും പ്രയോജനപ്പെടും. അടുത്ത ചോദ്യം. 3rd November 1994 falls on Thursday. What was the day of 20th March 1995? മലയാളത്തിൽ പറഞ്ഞാൽ 1994 നവംബർ 3 എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണ്, വ്യാഴമാണ്. 1995 മാർച്ച് 20 ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ 1994 നവംബർ 3 തന്നു, 1995 മാർച്ച് 20 കാണണം. മക്കളെ, ഇത് എങ്ങനെ ചെയ്യാം? ഇത് 2 രീതിയിൽ ചെയ്യാം. ഞാൻ രണ്ടും പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി നിങ്ങൾ ഫോളോ ചെയ്യുക. നോർമലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. അതായത് ഒരു നവംബർ 3 നമ്മുടെ കയ്യിലുണ്ട്, മാർച്ച് 20 കാണണം. ഒന്നുകൂടെ പറയുന്നു, ഒരു നവംബർ 3 ഉണ്ട്, 3-4 മാസങ്ങൾ കഴിഞ്ഞ് ഒരു മാർച്ച് 20 നമുക്ക് കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു ദിവസം തന്ന് ഒരു 5-6 മാസത്തിൻ്റെ അകത്ത് വേറൊരു ദിവസം കാണാനുള്ള ചോദ്യമാണെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മൾ നവംബർ 3 ഇവിടെ തന്നത്. ഈ നവംബർ 3 കഴിഞ്ഞ് മാർച്ച് 20 വരെ എത്ര ദിവസമുണ്ട് എന്ന് നോക്കുക. മക്കളെ, നവംബർ 3 കഴിഞ്ഞ് ബാക്കി നവംബറിൽ 27 ദിവസമുണ്ട്. ആദ്യത്തെ ദിവസം ഒരു കാരണവശാലും എണ്ണരുത്. ആദ്യത്തെ ദിവസം നവംബർ 3 ആണ്, അത് തന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ്. നവംബറിൽ മൊത്തം 30 ദിവസമാണ്. 3 ദിവസം കഴിഞ്ഞാൽ ബാക്കി 27 ദിവസം, 3 പോയിട്ട് ബാക്കി. ഡിസംബറിൽ 31 ദിവസം. പിന്നെ അടുത്ത വർഷം കയറി 1995, അതിൻ്റെ ജനുവരിയിൽ 31 ദിവസം. 1995 ഒരു സാധാരണ വർഷമാണ്, ഫെബ്രുവരിയിൽ അതുകൊണ്ട് 28 ദിവസം. ഇനി മാർച്ചിൽ മൊത്തം 31 ദിവസമാണ്, നമുക്ക് 20 വരെ മതി. അതായത് ആദ്യത്തെ ദിവസം ഒരു കാരണവശാലും എണ്ണരുത്. ആദ്യത്തെ ദിവസം കഴിഞ്ഞ് അവസാനത്തെ ദിവസം വരെ എത്ര ദിവസം? ആദ്യത്തെ ദിവസം കഴിഞ്ഞ് ബാക്കി നവംബറിൽ 27 ദിവസം, മാർച്ചിൽ 30 മൊത്തം, 3 കഴിഞ്ഞാൽ ബാക്കി 27, നവംബർ കഴിഞ്ഞാൽ ഡിസംബർ 31, ജനുവരി 31, ഫെബ്രുവരി 28, മാർച്ചിൽ 20. ഇനി ഇതിനെയെല്ലാം ഓഡ് ഡേയ്സ് ആക്കുക. കേട്ടു പേടിക്കണ്ട. ഓഡ് ഡേയ്സ് ആക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലോടെ കൂട്ടി 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. സെപ്പറേറ്റ് എടുക്കുന്നവരും ഉണ്ട്, എന്നാലും ഞാൻ പറയാം, ഇതെല്ലോടെ കൂട്ടുക. ആ കിട്ടുന്നതിനെ 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. ഇതെല്ലോടെ കൂട്ടുമ്പോൾ 58, 89, 117, 137 വരും. ഇതെല്ലോടെ കൂട്ടും. ആ 137നെ 7 കൊണ്ട് ഹരിക്കുക. 1 67 വന്നു, 7 9 63, ശിഷ്ടം 4. ആൻസറിലല്ല ശിഷ്ടത്തിലാ കാര്യം. നമുക്കിവിടെ ശിഷ്ടം 4 കിട്ടി. സോ ഓഡ് ഡേയ്സിന്റെ എണ്ണം 4 ആണ്. വ്യാഴാഴ്ചയുടെ കൂടെ 4 കൂട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. നമുക്ക് തന്നിരിക്കുന്ന തേഴ്സ്ഡേയുടെ കൂടെ 4 കൂട്ടിയ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ. അപ്പോൾ വ്യാഴാഴ്ചയുടെ കൂടെ 4 കൂട്ടി നമ്മുടെ ഉത്തരം മൺഡേ ആണ്. സെറ്റാണ്. മുമ്പോട്ട് ഓക്കെ ആണോ? പഠിച്ചോ? സെറ്റാണോ? അപ്പോൾ ഇതിങ്ങനെ ചെയ്യാം. ഒന്നുകൂടെ, ആദ്യത്തെ ദിവസം കഴിഞ്ഞ് അവസാനത്തെ ദിവസം വരെ, 3 കഴിഞ്ഞ് 20 വരെ എത്ര ദിവസം? 137. ആ 137നെ ഓഡ് ഡേയ്സ് ആക്കുക. ഒറ്റ ദിവസം, അതായത് 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. ശിഷ്ടം 4. വ്യാഴാഴ്ചയുടെ കൂടെ 4 കൂട്ടി വെള്ളി, ശനി, ഞായർ, തിങ്കൾ. നമ്മുടെ ഉത്തരം തിങ്കളാണ്. ഡി ആണ്. സെറ്റാണ്. മുമ്പോട്ട് പോവാം. ഓക്കെ ആണ്. ഇനി ചില ആളുകൾ ഓഡ് ഡേയ്സ് എടുക്കുന്ന അല്ലാതെ എടുക്കുന്നവരും ഉണ്ട്. ഇപ്പം നവംബർ 3 കഴിഞ്ഞ് ബാക്കി നവംബറിൽ 27 ദിവസമുണ്ട്, ഡിസംബറിൽ 31 ഉണ്ട്, ഏപ്രിൽ ഈ പറയുന്ന അടുത്ത വർഷം ജനുവരിയിൽ 31 ഉണ്ട്, ഫെബ്രുവരിയിൽ 28 ഉണ്ട്, മാർച്ചിൽ 20 വരെ എന്ന് പറയുമ്പോൾ 20 ഉണ്ട്. സെപ്പറേറ്റ് എടുക്കുന്നവരും ഉണ്ട്. അതായത് സെപ്പറേറ്റ് 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക.
27 സെപ്പറേറ്റ് എടുത്താൽ ബാക്കി എത്ര വരും? 7 7 3 21, ബാക്കി 6. 31 7 കൊണ്ട് ഹരിച്ച് 7 4 28 ശിഷ്ടം 3, 7 4 28 ശിഷ്ടം 3, 7 4 28 ശിഷ്ടം 0, 7 2 14, ബാക്കി ശിഷ്ടം 6. സെപ്പറേറ്റ് ശിഷ്ടം എടുക്കുന്നവരും ഉണ്ട്. ഇനി ഇതെല്ലാം കൂട്ടിയാൽ നമുക്ക് 18 കിട്ടും. ആ 18നെ വീണ്ടും 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. അതായത് ഓഡ് ഡേയ്സിന്റെ കൺസെപ്റ്റ് തന്നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം. ഓരോ മാസങ്ങളിലെ ദിവസങ്ങൾ നോക്കുമ്പോൾ സെപ്പറേറ്റ് ഇത്രയും ശിഷ്ടം, 27 6 ശിഷ്ടം, 3 ശിഷ്ടം, 3 ശിഷ്ടം, അങ്ങനെ 18 ശിഷ്ടം വന്നു. ആ 18നെ 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുത്താലും മതി. 18നെ 7 കൊണ്ട് ഇതെല്ലാം കൂട്ടുമ്പോൾ 18. 18നെ 7 കൊണ്ട് ഹരിച്ചാൽ 7 2 14 ശിഷ്ടം 4. ഇങ്ങനെ എടുത്താലും മതി. ആ 4 വ്യാഴാഴ്ചയുടെ കൂടെ കൂട്ടിയാലും ഈ പറയുന്ന തിങ്കൾ കിട്ടും. ഇനി ഞാനിത് ചെയ്യാനായിട്ട് ഇവിടെ വന്നതുകൊണ്ട് മാത്രം വേറൊരു പണിയും കൂടെ പറഞ്ഞു തരാം. വേണ്ടാത്തവർ വിട്ടേക്കുക. മാർച്ചും നവംബറും ആയതുകൊണ്ട് ഇതിന് വേറെയും കൂടെ ഒരു എളുപ്പവഴിയുണ്ട്, ശ്രദ്ധിക്കുക മക്കളെ. നമുക്കൊരു മാർച്ച് 20 കാണേണ്ടി. നമുക്ക് തന്നിരിക്കുന്നത് 1994 നവംബർ 3 തന്നിട്ടുണ്ട് വ്യാഴം. നമുക്ക് അടുത്ത വർഷം ഒരു മാർച്ച് 20 കാണണം. മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ വർഷവും മാർച്ചും നവംബറും ഒന്ന് തന്നെയായിരിക്കും. എല്ലാ വർഷവും മാർച്ചും നവംബറും ഒന്ന് തന്നെ ആയിരിക്കും. മാർച്ച് എങ്ങനാണോ അതുപോലെ തന്നെയാണ് നവംബർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1994 മാർച്ച് എങ്ങനെയാണോ അത് തന്നെയാണ് നവംബർ. മാർച്ചും നവംബറും ഒരേ കലണ്ടറാ എല്ലാ വർഷവും. അപ്പൊ ഇവിടെ 1994 നവംബർ 3 വ്യാഴാഴ്ചയാണെങ്കിൽ ആ സെയിം വർഷം, എല്ലാ വർഷവും അല്ല, സെയിം വർഷം മാർച്ചും 3 എന്ത് തന്നെയാണ്? വ്യാഴമാണ്. കാര്യം മാർച്ചും നവംബറും സെയിമാണ്. മാർച്ച് 3 വ്യാഴമാണെങ്കിൽ മാർച്ച് 10 വ്യാഴമാണ്. എങ്ങനെ മനസ്സിലായി? 7 കൂട്ടുന്നത് എപ്പോഴും ഒരേ ദിവസമാണ്. 3 വ്യാഴം, 3ന്റെ കൂടെ 7 കൂട്ടി 10 വ്യാഴം, 10ന്റെ കൂടെ 7 കൂട്ടി 17 വ്യാഴം, 17 വ്യാഴമാണ് 18 വെള്ളി, 19 ശനി, 20 ഞായർ. 1994 മാർച്ച് 20 എന്ന് പറയുന്നത് ഞായറാണ് എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് 95 മാർച്ച് 20 കാണണ്ടേ. ഒന്നും കൂടെ ഇവിടെ വരെ മൈൻഡിൽ പറയാം. 1994 നവംബർ 3 വ്യാഴം, നവംബർ 3 വ്യാഴമാണ്. മാർച്ച് 3 എന്ത് തന്നെയാണ്? വ്യാഴമാണ്. എന്തുകൊണ്ടാ? മാർച്ചും നവംബറും സെയിമാണ്. 1994 നവംബർ 3 വ്യാഴമാണ്. 1994 അതേ വർഷം മാർച്ച് 3 വ്യാഴമാണ്. മാർച്ച് 3 വ്യാഴമാണ്. 7 കൂടി മാർച്ച് 10 വ്യാഴമാണ്. 7 കൂടി 17 വ്യാഴമാണ്. മാർച്ച് 17 വ്യാഴമാണ്. മാർച്ച് 18 വെള്ളി, 19 ശനി, 20 ഞായർ. നമുക്ക് മനസ്സിലായി 1994 മാർച്ച് 20 എന്ന് പറയുന്നത് ഞായറാണ്. നമുക്ക് 1995 മാർച്ച് 20 കാണണ്ടേ. കണ്ടോ, ഞാൻ ഈ വർഷം മാർച്ച് 20 എത്തിച്ചതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? 94 മാർച്ച് 20 ഉണ്ട്, 95 മാർച്ച് 20 കാണാൻ കലണ്ടറിൽ ഒരു എളുപ്പവഴിയുണ്ട്. ഒരേ ദിവസങ്ങളാണെങ്കിൽ 94 മാർച്ച് 20 ഉണ്ട്, 95 മാർച്ച് 20 കാണണം. ഇതിനിടയിൽ എത്ര വർഷം ഉണ്ടെന്ന് നോക്കണം? ഒരു വർഷം. ഇതിനിടയിൽ എത്ര ഫെബ്രുവരി 29 ലീപ്പ് ഇയർ ഉണ്ടെന്ന് നോക്കണം? 94 95. ഇതിനിടയിൽ ഫെബ്രുവരി 29 എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. 1 0 കൂട്ടിയ 1. ഞായറാഴ്ചയുടെ കൂടെ 1 കൂട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. തിങ്കൾ, മൺഡേ. ഒന്നൂടെ, ഒരു മാർച്ച് 20 ഉണ്ട്. 1 2 3 വർഷം കഴിഞ്ഞ് വേറൊരു മാർച്ച് 20 കാണണം. മക്കളെ, ഇതിനിടയിൽ എത്ര വർഷം ഉണ്ടെന്ന് നോക്കണം? 94 മുതൽ 95 വരെ ഒരു വർഷം.
ഇതിനിടയിൽ എത്ര ഫെബ്രുവരി 29 ലീപ്പ് ഇയർ ഉണ്ടെന്ന് നോക്കണം. ഒന്നുമില്ല. 1 പൂജ്യോടെ കൂട്ടിയ 1 ഞായറിന്റെ കൂടെ കൂട്ടി തിങ്കൾ ഒക്കെയാണോ? ഒരു മാർച്ച് 20 തന്നു, വേറൊരു മാർച്ച് 20 കാണാൻ. ഇതിനിടയിൽ എത്ര വർഷം? 1 വർഷം. ഇതിനിടയിൽ എത്ര ലീപ്പ് ഇയർ? ഫെബ്രുവരി 29 ഇല്ല. 1 0. കാര്യം ലീപ്പ് ഇയർ ഇല്ല. 1 തന്നെ. ലീപ്പ് ഇയർ ഉണ്ട്, ഒന്നെങ്കിലും ഉണ്ട്, 2 എഴുതിയാണ്. 1 തന്നെ. ഞായറാഴ്ചയുടെ കൂടെ 1 കൂട്ടി തിങ്കൾ. ഉത്തരം ഓപ്ഷൻ ഡി. മക്കളെ, ഈ 2 മെത്തേഡിൽ ഏത് മെത്തേഡ് വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഏത് രീതിയിലാണ് ഇത് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. കലണ്ടർ നന്നായി അറിയാവുന്നവർക്ക് ഇത് സെറ്റാണ്. ഇനി ഈ 2 മനസ്സിലാകാത്തവർ പ്ലേലിസ്റ്റിൽ കലണ്ടർ ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കിടപ്പുണ്ട്. അതെടുത്ത് വെച്ച് പഠിക്കണം നിർബന്ധമായും. ഇത്തരത്തിൽ ഏതേലും ഒരു മെത്തേഡ് ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ മിറർ ഇമേജ് ഓഫ് ദി വേർഡ് മെഷീൻ. മെഷീൻ എന്ന വാക്കിന്റെ മിറർ ഇമേജ് കാണാനാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കുക, എന്തുവായി മിറർ ഇമേജ്? കണ്ണാടിയിൽ കാണുന്ന രൂപം, റിഫ്ലക്ഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ണാടിയിൽ എന്ത് സാധനം കൊണ്ട് കാണിച്ചാലും അത് നേരെ ഓപ്പോസിറ്റ് കാണിക്കും. വലതുള്ളത് ഇടതാവും, ഇടതുള്ളത് വലതാവും, ഇവിടെ ഇരിക്കുന്നത് അവിടെ ആവും, ഇവിടെ ഇരിക്കുന്നത് ഇങ്ങനെ വരും, ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ വരും. എല്ലാം നേരെ ഓപ്പോസിറ്റ് ആവും കണ്ണാടി. അപ്പൊ മെഷീൻ നമുക്ക് തന്നെ അറിയാം. നമ്മൾ തന്നെ കണ്ണാടി നോക്കി ഇവിടെ ഉള്ളത് അവിടെ, അവിടെ ഉള്ളത് ഇവിടെയാണ്. നമ്മളാകെ മിറർ ഇമേജ് പഠിച്ചിട്ടുള്ളത് ക്ലോക്കിലും മാത്രമാണ്. ഇത് SSC RRBക്കൊക്കെ കോമൺ ആയിട്ട് കാണുന്ന, PSCയിൽ വളരെ കുറച്ച് ചോദിക്കുന്നേ ഉള്ളൂ. തിരിഞ്ഞിരിക്കുന്ന രൂപമാണ് മിറർ ഇമേജ്. അപ്പം മെഷീന്റെ മിറർ ഇമേജ് കാണണം. ഓക്കെ ആണ്, ശ്രദ്ധിക്കുക. മിറർ ഇമേജ് കാണാൻ മെഷീൻ ഇങ്ങനെ എഴുതുന്നത്. അപ്പൊ ഈ സാധനം ഇങ്ങനെ വരും. ഇവിടെ ഇരിക്കുന്നതെല്ലാം ഇവിടെ വരും. അപ്പൊ മിറർ ഇമേജ് വരുമ്പോൾ ആദ്യം ഈയിൽ തുടങ്ങണം. ഈ അങ്ങ് എഴുതി വെക്കരുത്. ഈ ഇവിടേക്ക് വരുമ്പോൾ തിരിഞ്ഞു വരും. ഈ ഇവിടേക്ക്, ഈ അങ്ങോട്ടായിരിക്കണം. അപ്പൊ ദണ്ടി ഇങ്ങനെ ഇരിക്കും. മനസ്സിലായി? അതായത് അങ്ങോട്ടിരിക്കുന്ന ഈ ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങോട്ടിരിക്കും. ഇവിടെ എമ്മിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ മിറർ ഇമേജ് ഇയിൽ നിന്ന് തുടങ്ങും. തിരിഞ്ഞു വരണം. ഈ അങ്ങോട്ടാണ് ഇങ്ങോട്ട്. ഇനി മക്കളെ, എന്നെ ഇങ്ങോട്ടിരിക്കുമ്പോൾ എങ്ങനെ? അപ്പൊ തന്നെ നമുക്കറിയാം, ഈ തിരിഞ്ഞിരിക്കാത്ത ഒരു ഓപ്ഷൻ ഉണ്ട്, അത് കട്ട് ചെയ്യാം. ഓക്കെയാണ്. ഈ തിരിഞ്ഞിരിക്കാത്ത ഒരു ഓപ്ഷൻ ഉണ്ട്, അത് കട്ട് ചെയ്യും. ഈ നേരെ ഇരുന്ന് ബാക്കി 3 ഓപ്ഷനൂടെ ഉള്ളു നമുക്ക്. ഇനി നമുക്ക് എൻ എങ്ങനെ ഇരിക്കും? മക്കളെ, എൻ ഇങ്ങനെയായിരിക്കുന്നേ. അത് തിരിഞ്ഞു വരുമ്പോ എന്നത് ഇങ്ങനെ ഇരിക്കും. കണ്ടോ? എന്നെ അങ്ങോട്ട് എഴുതുമ്പോ ഇങ്ങനെയാ. അപ്പൊ തിരിച്ചു വരുമ്പോ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കും എൻ. കണ്ടോ? ഇങ്ങനെ ഇരിക്കുന്ന എൻ എത്ര എണ്ണം ഉണ്ട്? ഇത് ഡയറക്റ്റ് ആയിട്ട് എന്ന. അപ്പൊ അത് നമുക്ക് കട്ട് ചെയ്യാം. ഇനി 2 ഓപ്ഷൻ കൂടെ ഉള്ളു. ഓപ്ഷൻ എലിമിനേഷൻ വരെ ഈസി ആയിട്ട് വരും. 2 ഓപ്ഷൻ കൂടെ. ഇനി അടുത്ത ഐ അങ്ങോട്ടിരുന്നാലും ഇങ്ങോട്ടിരുന്നാലും ഒന്ന് തന്നെ ഐ. ഇനി എച്ച് കറക്റ്റ് സിമെട്രിക് ആയതുകൊണ്ട് അങ്ങനെ ഇരുന്നാലും ഇങ്ങനെ ഇരുന്നാലും ഒന്ന് തന്നെ. കാര്യം അങ്ങോട്ടും 3 പേര്, ഇങ്ങോട്ടും ഒരുപോലെ ഇരിക്കുന്ന അക്ഷരം. ഓക്കെ. ഇനി സി അങ്ങോട്ടാ. ഇവിടേക്ക് വരുമ്പോ തിരിഞ്ഞു വരും. ഇങ്ങനെ ഇരിക്കും സി. ഓക്കെ ആണോ? ഇനി സി തിരിഞ്ഞു വരുന്ന എത്ര പേരുണ്ട്? അതേ ഉള്ളൂ. ഇവിടെ സി ഡയറക്റ്റാ. അപ്പൊ ഇവിടെ വരെ ആവുമ്പോ തന്നെ ഉത്തരം നമുക്കായി. കാര്യം ഇവിടെ വരെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഇതേ ഉള്ളൂ ഉത്തരം. കാര്യം ബാക്കി 3 തെറ്റ. ഓപ്ഷൻ എലിമിനേഷൻ വരും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഇനി നമുക്ക് ഫുൾ ഒന്ന് എഴുതി നോക്കാം. സി വന്നു. എ കറക്റ്റ് സിമെട്രിക് ആയ ലെറ്റർ, അതായത് കറക്റ്റ് അപ്പുറം ഇപ്പുറം ഒരുപോലെ. അപ്പൊ എന്തായാലും എ അത് തന്നെയായിരിക്കും. എമ്മും അപ്പുറം ഇപ്പുറം ഒരുപോലെ കറക്റ്റ്. ഇങ്ങോട്ട് വന്നാലും ഇങ്ങോട്ട് വന്നാലും എം അത് തന്നെയാ. ഇതാണ് മെഷീനിന്റെ മിറർ ഇമേജ് എന്ന് പറയുന്ന സാധനം. ഇത് കറക്റ്റായി വന്നത് സിയിലാണ്. സെറ്റാണ്. മുമ്പോട്ട് പോകാം. അപ്പോൾ ഒന്നും കൂടെ മിറർ ഇമേജ് എഴുതാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. അങ്ങോട്ടിരിക്കുന്ന സാധനം ഇങ്ങോട്ട് വരും. അപ്പൊ തുടങ്ങുന്നത് അവിടുത്തെ ലെറ്ററിൽ. കാര്യം വലതേ സൈഡിലുള്ളത് ഇടത് വലതും ആവും. തിരിഞ്ഞും വരും. അവിടുന്ന് ഈ ആദ്യം എഴുതണം. ഈയുടെ മിറർ ഇമേജ് ഈ അങ്ങോട്ടാ. അപ്പൊ ഇങ്ങോട്ട് വരും. ഇനി എന്നിന്റെ മിറർ ഇമേജ് എന്നെ ഡയറക്റ്റ്ലി ഇരിക്കുന്ന ഇങ്ങനെ. അപ്പൊ ഈ സാധനം എങ്ങനെ വരും? ഇങ്ങനെ വരും. തിരിഞ്ഞു വരും. ഇനി ഐ അത് തന്നെ. എച്ചും അത് തന്നെ. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാലും സെയിമാ.
സി അങ്ങോട്ടിരിക്കും, ഈ സാധനം തിരിഞ്ഞു വരും. എ ഇങ്ങോട്ട് വന്നാലോ അത് തന്നെ, എം ഇങ്ങോട്ട് വന്നാലോ അത് തന്നെ. ഇതാണ് മിറർ ഇമേജ്. ഇനി ഞാൻ എല്ലാവരോടും കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇനി ഒരു വഴിയില്ലെങ്കിൽ പേപ്പറിൽ മെഷീൻ എന്ന് ഇച്ചിരി കട്ടിക്ക് എഴുതുക. അതായത് കട്ടിക്ക് നിങ്ങൾക്ക് വേണമെന്ന് എഴുതി നോക്കാം. പേപ്പറിൽ അപ്പുറത്ത് കാണത്തക്ക രീതിയിൽ കട്ടിക്ക് മുറുക്കി എഴുതുക. മെഷീൻ, ഇതേപോലെ മെഷീൻ മുറുക്കി എഴുതുക എന്ന് കരുതി പേനയും പേപ്പറും ഒന്നും കീറുന്ന രീതിയിൽ എഴുതരുത്. മെഷീൻ എന്നിട്ട് ഈ സാധനം ഒന്ന് തിരിച്ചു വെച്ചാൽ മതി. ഈ സാധനം ഒന്ന് തിരിച്ചു പിടിച്ച് നോക്കുക, ഇതേ രൂപം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പുറത്ത് പതിഞ്ഞിരിക്കുന്ന ആ നിഴലില് അല്ലെ അപ്പുറത്ത് പതിഞ്ഞിരിക്കുന്ന ആ രൂപത്തില് ഇതേപോലെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ചെറുതായിട്ട് പെൻസിൽ വെച്ചൊന്ന് അപ്പുറത്തെ പേപ്പറിന്റെ അങ്ങേപ്പുറത്തെ സൈഡിലൊന്ന് മാർക്ക് ചെയ്ത് നോക്കിയാൽ അത് ഇത് കിട്ടും. എങ്ങനെ? മെഷീൻ ഇച്ചിരി കട്ടിക്ക് ഒരു പേപ്പറിന്റെ അകത്തിൽ എഴുതുക പേന വെച്ച്. അപ്പൊ അപ്പുറത്ത് ഈ നമ്മൾ എഴുതിയതിന്റെ കട്ടി പതിഞ്ഞിട്ടുണ്ടാവും, അതൊന്ന് തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ പതിഞ്ഞിരിക്കുന്ന രൂപം ഒന്ന് വായിച്ചു നോക്കൂ, ഇത് തന്നെയായിരിക്കും, മിറർ ഇമേജ് ആയിരിക്കും. അടുത്ത ചോദ്യം ഇതാ. ലുക്കിംഗ് ഇൻ ടു എ മിറർ, ദ ക്ലോക്ക് ഷോസ് 12:50 ആസ് ദ ടൈം. ദ കറക്റ്റ് ടൈം ഈസ് ഡാഷ്. അതായത് ഒരു മിററിൽ നോക്കിയപ്പോൾ ക്ലോക്ക് 12:15 എന്ന് കാണിച്ചു. അതായത് ഒരു കണ്ണാടിയിൽ നമുക്കൊരു ക്ലോക്ക് കാണാം, ആ ക്ലോക്ക് 12:15 എന്ന് കാണിച്ചു എങ്കിൽ എക്സാക്ട് സമയം എത്ര? അതായത് മക്കളെ, നമുക്ക് മിറർ ഇമേജ് തന്നു, കറക്റ്റ് സമയം കാണണം. ക്ലോക്കിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പാർട്ട് 1 തന്നെ ഇത് നമ്മൾ ഒത്തിരി പഠിച്ചതാണ്. ചിലപ്പോൾ നമുക്ക് സമയം തരും, മിറർ ഇമേജ് കാണാൻ പറയും, അല്ലെ മിറർ ഇമേജ് തരും, സമയം കാണാൻ പറയും. രണ്ടായാലും ഇതിനൊരു 3 സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് പഠിച്ചു വെക്കുക. ഞാൻ ആ സ്റ്റെപ്പ് ഒന്ന് പറയാം. നമുക്ക് തന്നിരിക്കുന്ന സമയമോ പ്രതിബിംബമോ മിറർ ഇമേജോ, മിറർ ഇമേജ് മലയാള പ്രതിബിംബം 11 എന്ന സംഖ്യയിൽ ചെറുതാണ് 11.60 നിന്ന് കുറയ്ക്കും. നമുക്ക് തന്നിരിക്കുന്ന സമയമോ പ്രതിബിംബമോ 11 എന്ന സംഖ്യയിൽ വലുതാണ് 23.60 നിന്ന് കുറയ്ക്കുക. നമുക്ക് തന്നിരിക്കുന്ന സമയമോ മിറർ ഇമേജോ കറക്റ്റ് മണിക്കൂറാണ് 12 നിന്ന് കുറയ്ക്കുക. ഈ റൂള് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ തരിക 4:17. 4:17 എന്ന് പറയുന്ന ഒരു സമയമല്ലേ പ്രതിബിംബം. 11 എന്ന സംഖ്യയുമായി നോക്കുമ്പോൾ ചെറുതാ, അപ്പോൾ 11.60 നിന്ന് കുറച്ചാൽ മതി. 5:48 11 എന്ന സംഖ്യയുമായി നോക്കുമ്പോൾ ചെറുതാ, 11.60 നിന്ന് കുറയ്ക്കണം. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് വരും, എടാ 5:48 രാവിലത്തെ 11 വലുതല്ലേ? അങ്ങനെയല്ല, 11 എന്ന സംഖ്യയുമായി മാത്രം താരതമ്യം ചെയ്യുക. 5:48 ഒരു സംഖ്യ ആയിട്ട് എടുത്താൽ 5.48. 11 എന്ന നമ്പറുമായി നോക്കുമ്പോൾ ചെറുതാ, 11.60 നിന്ന് കുറയ്ക്കും. ഇനി 11:17 ഒരു സംഖ്യ ആയിട്ട് നോക്കിയാൽ 11.17. 11 എന്ന നമ്പറിലേക്കാളും കുറച്ച് വലുതാ, അപ്പൊ 23.60 നിന്ന് കുറയ്ക്കുക. ഇനി 11.01 11.01 11 എന്ന നമ്പറിൽ വലുതാ, 23.60 നിന്ന് കുറയ്ക്കുക. 12:56 11 എന്ന നമ്പറിൽ വലുതാ, 12.56, അപ്പൊ 23.60 നിന്ന് കുറയ്ക്കുക. ഇനി കറക്റ്റ് മണിക്കൂർ എന്ന് പറയുമ്പോൾ 4.0 5.0 4 മണി 5 മണി 7 മണി 8 o'clock 9 o'clock 11 o'clock ഇങ്ങനെ കറക്റ്റ് മണിക്കൂർ വന്ന, കൃത്യം മിനിറ്റ് ഇല്ലാതെ മണിക്കൂർ വന്ന 12 നിന്ന് കുറയ്ക്കുക. ഇപ്പൊ 2 മണി വന്നു, 12 നിന്ന് 2 10. 11 മണി വന്നു, 11 നിന്ന് 12 നിന്ന് 11 പോയി 1 മണി. ഇപ്പൊ 12 മണി വന്നു, പേടിക്കണ്ട, 12 നിന്ന് 12 പോയാൽ 0 എന്ന് പറഞ്ഞാൽ അത് തന്നെ 12 മണിയുടെ പ്രതിബിംബം അത് തന്നെ. 6 മണി വന്നു, 12 നിന്ന് 6 പോയി 6. 7 മണി വന്നു, 12 നിന്ന് 7 പോയി 5 മണി. ഇത്രയേ ഉള്ളൂ. ഇവിടെ പ്രതിബിംബം കണ്ണാടിയിൽ കാണുന്ന രൂപം തന്നു 12:15. 12:15 എന്ന് പറയുന്നത് 12.15. 11 എന്ന സംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ വലുതാ, അപ്പൊ 23.60 എന്ന് കുറയ്ക്കണം. 10 നിന്ന് 5 പോയാൽ 5, 5 നിന്ന് 1 പോയാൽ 4, 3 നിന്ന് 2 പോയാൽ 1. നമുക്ക് പറയാം 11:45 ഉത്തരം. ഓപ്ഷന് 11:45. അപ്പൊ സമയമായാലും പ്രതിബിംബമായാലും
11 മുകളിലാണ് തിരിച്ചു കാണാൻ 23.60 നിന്ന് കുറയ്ക്കും. 11 താഴെയാണ് 11.60 നിന്ന് കുറയ്ക്കും. കറക്റ്റ് മണിക്കൂറാണ് 12 നിന്ന് കുറയ്ക്കുക. ക്ലിയർ ആണ്. ഇനി ഇതും നിങ്ങൾ ചിന്തിക്കും, ഇവിടെ മിറർ ഇമേജ് അല്ലേ, ഞാൻ 12-15 ഇച്ചിര കട്ടിക്ക് വരച്ചിട്ട് തിരിച്ചു വെച്ചാലും കിട്ടത്തില്ലേ? ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ഇത് 12-15 ആയതുകൊണ്ട് കുഴപ്പമില്ല. ഈ 19-ഉം 27-ഉം ഒക്കെ വരുമ്പോൾ നമുക്ക് എക്സാക്ട് മിനിറ്റ് അല്ലല്ലോ. 27, 31, 35 എന്നൊക്കെ വരുമ്പോൾ അപ്പുറത്തേക്ക് വരുമ്പോൾ ഏതാണെന്ന് ഈ ചെറുതായിട്ട് ഡൗട്ട് അടിക്കും നമുക്ക് അത്തരം കേസ്. ഇപ്പം 12:15, 6:30, 6:45, 8:40 ഒക്കെ കറക്റ്റായിട്ട് വരും. ഇനി അതല്ലാത്തതൊക്കെ ചെറുപ്പം നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. മിറർ ഇമേജ് ഒക്കെ സ്ഥിരമായി കാണുന്ന ചോദ്യമാണ്. ഈ 3 റൂള് കറക്റ്റായിട്ട് പഠിക്കുക, സെറ്റ് ആവുക. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എന്ന് കരുതുന്നു. കൃത്യമായും നോട്ടാക്കി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ ഇതേപോലെ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്.